പ്രിയമുള്ളവരെ, ധാരാളം ആശംസ അർപ്പിക്കാൻ ഒട്ടേറെ നേതാക്കന്മാർ വേദിയിലുണ്ടെങ്കിലും ഇനി സത്യത്തിൽ ഒരു ആശംസയുടെയും ഒരു പ്രസംഗത്തിന്റെയും ആവശ്യപ്പെടുന്നില്ല. എല്ലാ കാര്യങ്ങളും പ്രിയങ്കനായ ഡോക്ടർ ശംസുദ്ദീൻ എംഎൽഎ തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനി ബഹുമാന ഫക്കൂർ സാഹിബ് നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിക്കുന്നു. ബഹുമാന സാഹിബിനെ സദർശിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ അനുഗ്രഹീത ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഉസ്താദ് CKM സാദിഖ് മുസ്ലിയാർ അവർകളെ, സമസ്ത ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ ഉപാധ്യക്ഷൻ AP മുഹമ്മദ് മുസ്ലിയാർ അവർകളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡിന്റെയും കാര്യദർശി ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ, നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥനായ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ MLA, അഭിനന്ദനായ സുഹൃത്ത് N ശംസുദ്ദീൻ അവർകളെ, അഭിനന്ദനായ സർ സാബിഖ് അലി ശിഹാബ് തങ്ങൾ, എന്റെ സുഹൃത്ത് നാസർ ഫൈസി, KK തങ്ങൾ തുടങ്ങി തൊയ്യബ് ഫൈസി, ജബ്ബാർ ഹാജി, അതുപോലെ മരക്കാർ മൗലവി, ഞാൻ പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് അടക്കം, അലി ഫൈസി കൊളപ്പറമ്പ്, മൊഹദലി ഫൈസി, ഒട്ടനവധി ആളുകൾ, ഞാൻ സമയത്തിന്റെ ദൈർഘ്യം കുറക്കുന്നതിന് വേണ്ടി എല്ലാവരെയും അഭിസംബോധന ചെയ്തതായി കണക്കാക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംഘടിപ്പിച്ച ഈ വിശദീകരണ യോഗത്തിന്റെ പശ്ചാത്തലവും ആ വിശദീകരണ സമ്മേളനത്തിന്റെ പ്രാധാന്യതയുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടാത്ത വിധം നിങ്ങൾ ബോധവാന്മാരായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ എടുത്തു ധരിക്കാനാണ് ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ആത്മീയ മതസംഘടനയാണ്. രാഷ്ട്രീയ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായി ഇന്ന പാർട്ടി ജയിക്കണമെന്നോ ഇന്ന പാർട്ടി പരാജയപ്പെടണമെന്നോ ആഹ്വാനം ചെയ്യാനോ പ്രവർത്തിക്കാനോ ഇന്നേ വരെ മുന്നോട്ട് വന്ന ചരിത്രമില്ല. സമസ്തയുടെ ഗതകാല ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് അതിന്റെ രാഷ്ട്രീയ നയം വളരെ വ്യക്തമായി മഹത്തുക്കൾ പൂർവ്വകാലത്ത് പ്രഖ്യാപിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനും സമസ്ത എതിരല്ല. മതവിരുദ്ധ പ്രവർത്തനം നടത്താതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സമസ്ത അതിന്റെ അണികൾക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ ഇന്ത്യയിൽ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാൻ ആകില്ല എന്ന ബോധം സമസ്തയുടെ ആലിമ്യങ്ങൾക്കുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കാതെ പ്രവർത്തകർക്ക് അതിനുള്ള അവസരം വ്യക്തിപരമായി കൊടുത്തുകൊണ്ട് സംഘടനാപരമായി വേണ്ട എന്ന നയം സമസ്ത സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന പാർട്ടിയാണ് എന്ന് ആരും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇടക്കാലത്ത് സമസ്തയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ ഒഴികെ അവരെക്കുറിച്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരാമർശിക്കാൻ ഏറ്റവും കൂടുതലുള്ളത്. എങ്കിലും ആമുഖമായി ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ നടത്തുന്ന പൊതുയോഗത്തിൽ ശ്രദ്ധേയമായ കാര്യമായി നമ്മളത് കാണുകയുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുകയും അതോടൊപ്പം 7 നിയോജക മണ്ഡലങ്ങളിൽ BJP ഫാസിസ്റ്റ് ശക്തികൾ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. നേമം നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും
കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ മലമ്പുഴ, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ചാത്തന്നൂര് ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതുപോലെ ഇടതുപക്ഷത്തിന്റെ ഒരു തരംഗത്തെ നമ്മൾ കണ്ടു. ആ തരംഗം ഇവിടെ ആഞ്ഞു വീശിയത് ഇടതുപക്ഷത്തിന്റെ മഹിമ കൊണ്ടോ ഇവിടെ ഭരിച്ചിരുന്ന കക്ഷികളുടെ പ്രവർത്തനത്തിലെ പരാജയം കൊണ്ടോ വികസനത്തിന്റെ കുറവ് കൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് ഈ തരംഗത്തിന്റെ ആഞ്ഞു വീശലിന്റെ അടിസ്ഥാനപരമായ കാരണം ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്ത് കേന്ദ്രഭരണം പിടിച്ചെടുത്തതുപോലെ കേരളത്തിലും അവർ മുന്നേറുന്നുവോ, അങ്ങനെ വരുന്നുവെങ്കിൽ അതിനെ തടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവായിരുന്നു കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്നാണ് കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ബോധ്യമാകുന്നത്. നരേന്ദ്രമോദി 3 തവണ കേരളത്തിൽ വന്നു. അമിത്ഷാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്നു. കേരളം സോമാലിയായി എന്നുവരെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകൂടത്തെ അപഹസിച്ചു. അതിന്റെയൊക്കെ സൂചന നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഫാസിസ്റ്റുകൾക്ക് പിടിമുറിക്കണം എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ അജണ്ടയും അവരുടെ സ്വപ്നവും അതായിരുന്നു. എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് വളരെ മനോഹരമായി കാര്യങ്ങൾ ചെയ്തു എന്ന് അവർക്കും അറിയാം. 5 വർഷം ഭരിച്ചൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പൊതുവെ വിലയിരുത്തണമല്ലോ നമ്മുടെ കാര്യങ്ങൾ. മണ്ണാർക്കാട്ട് വിജയം വികസനത്തിന്റെ വിജയമാണ് എന്ന് നാളെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കും. പ്രിയപ്പെട്ട MLA എന്നോട് ക്ഷമിക്കണം, ഞാനത് പറയുന്നത് ഈ മണ്ഡലത്തിൽ താങ്കൾ വികസനം നടത്തിയിട്ടില്ല എന്നല്ല. മറിച്ച് ചില വസ്തുതകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കണക്ക് കൂട്ടിയ ആ 7000ന്റെ വിജയം സംഭവിക്കുമായിരുന്നോ എന്ന് ഒന്നുകൂടി നമ്മൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കൃത്യമായ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയും. കാരണം കേരളത്തിലെ വികസന പ്രവർത്തന രംഗത്ത് 5 വർഷത്തെ ഒരു ഭരണകൂടത്തിന്റെ വികസനം വിലയിരുത്തിയാൽ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ സ്മാർട്ട് സിറ്റിയും അതുപോലെ വല്ലാർപാടം പദ്ധതിയും കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും 5 കാര്യങ്ങൾ, അത് മാത്രം മതി വികസനത്തിൽ ഏറ്റവും പ്രധാനം. ആ ഗവൺമെന്റ് തിരിച്ചു വരേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരുണ്യ പ്രവർത്തനമാണ് ജനങ്ങളിലേക്ക് ഒരു ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അടുപ്പിക്കുന്നതെങ്കിൽ ശുചിതരംഗം പദ്ധതിയിലൂടെ 645 കുട്ടികൾക്ക് ചെവി കേൾക്കാനും സംസാരിക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റാണ്. ക്ഷേമ പെൻഷൻ 3 ലക്ഷത്തിൽ താഴെ ആളുകളായി ഇവിടെ വാങ്ങിയിരുന്നത് അത് കേരളത്തിൽ വളരെയധികം ഉയർത്തി 35 ലക്ഷത്തോളം ഉയർത്തി എന്ന് പറയുമ്പോൾ 15 ഇരട്ടി വർദ്ധിപ്പിച്ചു UDF ഗവൺമെന്റ്. എന്നിട്ടും എന്ത് UDF ഗവൺമെന്റ് പരാജയപ്പെട്ടത്? പരാജയങ്ങൾക്ക് പല കാരണങ്ങളുണ്ടായേക്കാം. എല്ലാവരും കൂടെ സംസാരിക്കുന്നതിനേക്കാളല്ല ഞാൻ സംസാരിക്കില്ലേ? അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ പ്രസംഗിക്കാം. ചുരുക്കത്തിൽ കേരളത്തിൽ 300 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന ആളുകൾക്ക് അത് 1200 രൂപയാക്കി മാറ്റിക്കൊടുത്തില്ലേ ഗവൺമെന്റ്? LDF 2 രൂപ കരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 1 രൂപ കരി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ UDF ഗവൺമെന്റ്? പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ആ ഗവൺമെന്റ് വിജയിച്ചില്ല എന്നത് വികസന പ്രവർത്തനം മാത്രമല്ല ജനങ്ങൾ നോക്കുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു തെളിവാണ്. അത് അടിവരയിട്ട് പറയും. മുഖ്യമന്ത്രി നടത്തിയ ജനസമ്പർക്ക പരിപാടിയൊക്കെ കേരളത്തിലെ വളരെ ശ്രദ്ധേയമായി. ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പരാജയത്തിന്റെ കാരണമെന്നമോ അഴിമതിയുടെ കറപുരണ്ട ചില ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് വരെ ചൂണ്ടിക്കാണിച്ച ആളുകൾ വീണ്ടും മത്സരിച്ചു എന്നത് നിരീക്ഷകർ കാരണമായി പറയുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ നമ്മൾ കാണേണ്ടത് ഈ ഗവൺമെന്റിനെതിരെ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയത് BJP ഉയർന്നു വരുമോ, ഇടതുപക്ഷം അവരെ ചെറുക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലാണല്ലോ എന്ന ഒരു തോന്നൽ എങ്ങനെയോ ജനസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ BJP അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുവാൻ ആവശ്യമായ പ്രവർത്തനം എന്ന രീതിയിലുള്ള ഒരു ചലനമാണ് സത്യത്തിൽ ഇക്കണ്ട വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളുടെ മനസ്സിലുണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണവിരുദ്ധ വികാരത്തിന് പകരം ഫാസിസ്റ്റ് വിരുദ്ധ വികാരമാണ് ഉണർന്നത് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്ന ഒരു പഠിതാവിന് ബോധ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളിവിടെ ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 7 മണ്ഡലങ്ങളിൽ മുന്നോട്ട് വരികയും ഒരു മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്ത പാർട്ടിയെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ സഹിക്കുന്ന ഒരു ന്യൂനപക്ഷം കരുതിയിരിക്കണം. ഇന്ത്യയിൽ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന CPM
കോൺഗ്രസ് ഇല്ലാതെ അവരെ ചെറുക്കാൻ സാധിക്കുന്ന കക്ഷിയല്ല എന്ന് കൃത്യമായി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. 294 നിയോജക മണ്ഡലങ്ങളിലെ മത്സരത്തിൽ കൃത്യമായി 211 വിജയം നേടിക്കൊണ്ട് മമത തന്നെ അവിടെ അധികാരത്തിൽ വന്നു നമ്മൾ കണ്ടു. ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം കൃത്യമായി നടത്തിക്കൊണ്ടാണ് പറയുന്നത്. CPM മുന്നണിക്ക് 33 സീറ്റാണ് അവിടെ കിട്ടിയത്. കോൺഗ്രസിന്റെയും പുറകിൽ പോയി. അപ്പോൾ ഫാസിസ്റ്റുകളെ എതിർക്കാൻ നമ്മളിവിടെ ആദ്യം പറയുന്നത്, ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിനൊരു മതേതരമായ കൂട്ടുകെട്ട്, മതേതരമായ ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് മതേതര കക്ഷികൾ മുന്നോട്ട് വരണമെന്നതിന്റെ വളരെ വ്യക്തമായ ഒരു സൂചന കേരളം നൽകുന്നുണ്ട്. ഇല്ലെങ്കിൽ അപകടം വരും എന്നാണ് കൃത്യമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, മതേതര വോട്ടുകൾ ഭിന്നിച്ചതിന്റെ ഏറ്റവും വലിയ ഗൗരവം ആസാമിൽ നമ്മൾ കണ്ടു. മുസ്ലിങ്ങൾക്ക് ഗണ്യമായ സ്വാധീനമുള്ള 19 മണ്ഡലങ്ങളുണ്ട് അവിടെ ബദറുദ്ദീൻ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി AIUDF എന്നൊരു പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചിട്ട് അതിന്റെ പേരിൽ അവിടെ സംഭവിച്ചത് അപകടകരമായ മുസ്ലിം വോട്ടുകളുടെ ഭിന്നിപ്പാണ്. അതുകൊണ്ട് സംഭവിച്ചത് BJPക്ക് ചെറിയ നേട്ടമാണ്. മതേതര കക്ഷികൾ ഭിന്നിക്കുമ്പോൾ ഫാസിസ്റ്റ് ശക്തികൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്നത് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യമായിട്ടും ഈ ഫാസിസ്റ്റുകളെ ചെറുക്കാനുള്ള മതേതര ഐക്യം ശക്തമായി രൂപപ്പെട്ടു വരുന്നില്ല എന്ന ഒരു തോന്നൽ ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ആ ആശങ്ക ഇവിടെ പങ്കുവെക്കാതിരിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ അവസാനം നോക്കുക നിങ്ങൾ. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ അതിശക്തമായ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം, ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ബ്ലോക്കായ അതിപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ കുന്തിപ്പുഴ പാലം. തന്റെ ആസ്തി ഫണ്ടിൽ നിന്ന് 9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായി ആ പാലം നിർമ്മിച്ചു എന്നത് ഈ പ്രദേശത്തുകാർക്ക്, മണ്ണാർക്കാട്ടുകാർക്ക്, ഞങ്ങൾ ഇതിനെ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസമായി. ആ വികസനത്തെ സമൂഹം അംഗീകരിക്കും, സ്വാഭാവികമാണ്. അട്ടപ്പാടിയിൽ ഗവൺമെന്റ് കോളേജ് വന്നു. തിരുവാഴാങ്കുന്നിൽ കൃത്യമായി പോൾട്രി മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സയൻസ് കോളേജ് കൊണ്ടുവന്നു. ഇന്ത്യയിലെ ഒന്നാമത്തത്, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തത്. എങ്കിൽ ഈ വികസനത്തിനാണ് വോട്ട് കിട്ടേണ്ടത് എങ്കിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വികസനത്തിന് വോട്ട് കിട്ടുന്നുവെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഗവൺമെന്റിന് മൊത്തം വോട്ട് കിട്ടിയില്ല? വികസനത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വളരെ മുന്നിലല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 4 മന്ത്രിമാർ പരാജയപ്പെട്ടു. തൃപ്പൂണിത്തുറയിൽ ബാബു തോറ്റു, ഷിബു ബേജോൺ ചവാറിൽ തോറ്റു, ജയലക്ഷ്മി മാനന്തവാടിയിൽ തോറ്റു, KP മോഹൻ കൂത്തുപറമ്പിൽ തോറ്റു. 4 സിറ്റിംഗ് മന്ത്രിമാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും CP തോറ്റു. ഒരു കൊടുങ്കാറ്റ് പോലെ സ്പീക്കർ ശക്തൻ തോറ്റു, ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി തോറ്റു, ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ തോറ്റു. എല്ലാവരും പരാജയപ്പെടുന്നു. വികസനങ്ങൾ നടത്തിയ പ്രദേശത്തൊക്കെ ആളുകൾ വിജയിക്കണമെങ്കിൽ ഇനിയും ചില കണക്കുകൾ നമ്മൾ പരിശോധിക്കണം. ഇവിടെ LDF ജയിക്കുന്നു, 91 സീറ്റ് നേടി കേരളത്തിൽ മുന്നോട്ട് വരുന്നു. UDFന് 47 സീറ്റായി ചുരുങ്ങുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ നോക്കണം. ഈ മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്തും ഇതുപോലെ വികസനം നടത്തിയ ആളുകളുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇരുത്തമെന്ന MLA ആണ് CP മുഹമ്മദ് സാഹിബ്. CP മുഹമ്മദ് MLA 7404 വോട്ടിന് തോറ്റു. 7404 വോട്ടിന് അദ്ദേഹം തോൽക്കുമ്പോ 2011 തെരഞ്ഞെടുപ്പിൽ 12475 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. 12475 വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആൾ 7404 വോട്ടിന് അയൽപക്കത്ത് തോൽക്കുന്നു ഈ ജില്ലയിൽ. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് അന്വേഷിച്ചില്ലേ? എന്തോ ഒരു രാഷ്ട്രീയ തരംഗം അന്വേഷിച്ചില്ലേ? തൊട്ടപ്പുറത്തല്ല കോങ്ങാട് നിയോജക മണ്ഡലം. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ പന്തള സുധാകരനും 13271 വോട്ടിനാണ് തോറ്റത്. 13721 വോട്ടിന് UDFന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നവിടെ. അതേസമയത്തോ 2011 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് 3565 വോട്ടിനാണ്. ആ 3565 വോട്ടാണ് 13271 ഇടതുപക്ഷത്തിന് വർദ്ധിക്കുന്നത്. ഈ മണ്ഡലത്തിന്റെ തൊട്ടയൽപക്കത്ത് ഇടതുപക്ഷത്തിന് എത്ര വോട്ട് വർദ്ധിച്ചു ശ്രദ്ധിക്കണം നിങ്ങൾ. മണ്ണാർക്കാട് തന്നെ നമ്മുടെ MLA 2011 8270 വോട്ടാണ് നേടിയത് ഭൂരിപക്ഷം. ആ 8270 വോട്ട് ഇപ്പോൾ 2016 12325 വർദ്ധിച്ചു. ഈ 12325 കുതിപ്പിന്റെ പിന്നിൽ കേവലം വികസനം മാത്രമല്ലല്ലോ. മാത്രമല്ല, മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ 1967 CPMലെ ഇംബിസിക്കോയി നേടിയ 11896 വോട്ടിന്റെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തിരിക്കുന്നത്. അന്നത്തെ റെക്കോർഡ് 967 റെക്കോർഡ് തകർത്തു. മാത്രമല്ല, മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചു നോക്കുമ്പോ മാറി വരുന്ന ഒരു സ്വഭാവമാണ്. നേരത്തെ MLA തന്നെ പറഞ്ഞല്ലോ, മാറി വരുന്ന സ്വഭാവമാണ്. കല്ലടി മുഹമ്മദ് സാഹിബ് MLA ഇവിടെ അദ്ദേഹം മത്സരിക്കുന്ന സമയത്താണ് 2 ടൈമിൽ തുടർച്ചയായി അദ്ദേഹം വന്നത്. 2011 ശംസുദ്ദീൻ സാഹിബ് തന്നെയായിരുന്നല്ലോ. 2006 ജോസ് ബേബി ആയിരുന്നു. 2001 കല്ലടിയ കളത്തിൽ സാഹിബ്, അതിനുമുമ്പ് ജോസ് ബേബി. 91 കല്ലടി മുഹമ്മദ് സാഹിബ്.
87 അദ്ദേഹം തന്നെ വന്നു. അവിടെ നിങ്ങളുടെ മേലോട്ട് പോയാൽ കുമാരനും APMC ANUസുമായിട്ട് ഇങ്ങനെ മുന്നണി മാറി ഒരു വർഷം ഇടതുപക്ഷത്തിന്റെ കൂടെയാണെങ്കിൽ ഒരു വർഷം വലതുപക്ഷത്തിന്റെ കൂടെ ആ രീതിയിലായിരുന്നു മണ്ണാർക്കാടിന്റെ MLA-മാർ വന്നിരുന്നത് എന്ന് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ ബോധ്യമുണ്ട്. വികസനമാണ് പ്രശ്നമെങ്കിൽ ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. 875 കോടി രൂപയുടെ വികസനമാണ് PV അബ്ദുൾ റസാഖ് MLA കാസർഗോഡ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ഞാനവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായി ഒരു പേപ്പറിൽ അത് അടിച്ചിറക്കി കോടികൾ ചെലവഴിച്ചതിന്റെ കൃത്യമായ രൂപം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. 875 കോടി. ആ 875 കോടിയുടെ വികസനം നടത്തിയ PV അബ്ദുൾ റസാഖ് MLA 89 വോട്ടിനാണ് ജയിച്ചത്. വെറും 89 വോട്ടിന്. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 5828 വോട്ടിന്റെ ലീഡുണ്ട്. 5828 വോട്ടിന്റെ ലീഡാണ് 89ലേക്ക് കൂട്ടിയത്. എന്താ കാരണം? വികസനത്തിന്റെ കുറവായിരുന്നില്ല. വികസനത്തിന്റെ കുറവല്ല, കേരളം മുഴുക്കെ എന്തോ ഒരു കാറ്റാഞ്ഞ് വീശിയിട്ടുണ്ട്. 650 കോടി രൂപയുടെ വികസനമാണ് അബ്ദുറഹിമാൻ രണ്ടത്താണി നടത്തിയത്. ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ശംസുദ്ദീൻ ഇവിടെ പാലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രയാസപ്പെട്ട സ്ഥലത്ത് നല്ലൊരു മേൽപ്പാലം കൊണ്ടുവന്നിട്ടുണ്ട് അബ്ദുറഹിമാൻ രണ്ടത്താണി. മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താനൂരിലെ തീരദേശത്ത് ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട് അബ്ദുറഹിമാൻ രണ്ടത്താണി. ഓട്ടുപുറത്ത് ടൂറിസം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ വികസന പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ച അബ്ദുറഹിമാൻ രണ്ടത്താണി വി അബ്ദുറഹിമാനോട് 4918 വോട്ടിന് തോറ്റു. ഈ 4918 വോട്ടിന് ബഹുമാന്യനായ വി അബ്ദുറഹിമാൻ ജയിക്കുമ്പോ 2011 ബഹുമാന്യനായ സുഹൃത്ത് അബ്ദുറഹിമാൻ രണ്ടത്താണി 9433 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. 9433 വോട്ടിന് അബ്ദുറഹിമാൻ രണ്ടത്താണി ജയിച്ച സ്ഥലത്ത് 4918 വോട്ടിന് തോൽക്കുന്നു. പാലമുണ്ടാക്കി, അവിടെ കോളേജ് ഉണ്ടാക്കി, ആ പ്രദേശത്ത് തീരദേശ പദ്ധതികൾ നടപ്പാക്കി. അവിടുത്തെ ടോയ്ലറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടാൽ തീരദേശത്ത് ഇനി അപേക്ഷകരില്ല. അത്രമാത്രം വികസന പ്രവർത്തനം അവിടെ നടത്തിയെന്ന മണ്ഡലം സന്ദർശിച്ചപ്പോൾ എനിക്ക് ബോധ്യമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പഠിക്കണം നിങ്ങൾ. ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ മണ്ണാർക്കാട് പാലം അല്ലെങ്കിൽ ഈ കുന്തിപ്പുഴ പാലം പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിപ്പുറത്ത് വന്ന പാലം. ആ പാലത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ വികസന വകുപ്പിൽ നേതൃത്വം കൊടുത്ത മന്ത്രി മഞ്ഞളാംഗലയായി 573 വോട്ടിനാണ് രക്ഷപ്പെട്ടത്. 573 വോട്ടിന് ഒരു കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ട്, ഒരു തരംഗം വീശിയിട്ടുണ്ട്. ഫാസിസ്റ്റ് വിരുദ്ധ തരംഗം മലയടിച്ച് വീശിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. ആ ഫാസിസ്റ്റ് തരംഗത്തിലും ബഹുമാന്യനായ ശംസുദ്ദീന് വിജയിക്കാൻ അവസരം കൊടുത്തത് കൃത്യമായ ആസൂത്രണത്തോടെ നമ്മുടെ സഹപ്രവർത്തകർ ആഞ്ഞടിച്ചത് കൊണ്ട് തന്നെയാണെന്ന് പറയാൻ കണക്കിന്റെ പിൻബലം വെച്ച് കളിക്കാൻ തയ്യാറുള്ളവർ വരട്ടെ, കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ. വികസനം മാത്രം പറയണ്ട, വികസനം കൊണ്ട് മാത്രമല്ല വിജയിച്ച് ഇവിടെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ കീഴ്ഘടകങ്ങൾ ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഉണർന്നപ്പോൾ വന്ന ഈ കാറ്റ് ഒന്ന് ബോധ്യപ്പെട്ട് ഈ രീതിയിൽ മറ്റു മണ്ഡലങ്ങളിൽ ഇറങ്ങാൻ എന്റെ സുഹൃത്ത് നാസർ ഫൈസി പറഞ്ഞ പോലെ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ കാന്തപുരത്തെ ഭയപ്പെടുന്നവർക്ക് വിജയത്തിന്റെ സോപ്പാനത്തിൽ ഏറാമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അബ്ദുറഹിമാൻ രണ്ടത്താണിയെ തോൽപ്പിക്കണമെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അപ്പൊ താനൂർക്കാർ പറയും. ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി സാമാജികനായി മാറുമായിരുന്നു. നിങ്ങൾ നോക്കണം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മമ്മൂട്ടി MLA, നിങ്ങൾക്കറിയാം സി മമ്മൂട്ടിയെ, 12,000 കുടുംബങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് സഹായം എത്തിച്ചു കൊടുത്തത്. മമ്മൂട്ടി സാഹിബ് എന്നോട് നേരിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ പോയപ്പോൾ നേരിട്ട് എന്നോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങി ഇവിടെ സാധുക്കൾ കൊടുത്തത് ഞാനാണ്. ഞാനത് പഠിച്ച് കൃത്യമായി മുഖ്യമന്ത്രി ആ മണ്ഡലത്തിൽ വന്ന് അത് അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രമാത്രം നിങ്ങൾ കൊണ്ടു ചെല്ലുന്നതൊക്കെ മുഖ്യമന്ത്രി എങ്ങനെ അംഗീകരിച്ചത്? മമ്മൂട്ടി സാഹിബ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കൊണ്ടുതന്ന എല്ലാ പേപ്പറും മുഖ്യമന്ത്രി ഒപ്പിട്ട് തരും, സാധുക്കൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്ന സകല ഫണ്ടും എനിക്ക് കിട്ടും. അദ്ദേഹം എന്നോട് മനസ്സ് തുറന്ന് പറഞ്ഞു, ഞാൻ എന്റെ MLA ക്വാർട്ടേഴ്സിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഒരു അപേക്ഷയുമായി പോകുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടല്ലാതെ ഒരു അപേക്ഷാ പേപ്പർ ഞാൻ കൊണ്ടുപോയിട്ടില്ല. സി മമ്മൂട്ടി എന്നോട് പറഞ്ഞ വാക്കാണ്. അതൊരു അഭിനന്ദനീയമായ വാക്കാണല്ലോ. ആ സി മമ്മൂട്ടി അത്രയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിട്ട് അദ്ദേഹത്തിന് ഇത്തവണ കിട്ടിയ ഭൂരിപക്ഷം 7061 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. 2011 23,566 വോട്ടാ ഭൂരിപക്ഷം. 23,566 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 7061 വന്നത്. ശംസുദ്ദീൻ സാഹിബ് മനസ്സിലാക്കാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്, ഇവിടെ മനസ്സിലാക്കാത്ത ചില ആളുകൾ നാളെ പറയും. അവരോടാ പറയുന്നത്, ഈ രീതിയിൽ വോട്ട് കുറയുന്ന പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും പല സ്ഥലത്തും നടക്കുമ്പോ ഈ മണ്ഡലത്തിൽ മാത്രം ഈ വോട്ട് എങ്ങനെ വർദ്ധിച്ചു, വിജയിച്ചു എന്ന് മാത്രമല്ലല്ലോ, എന്തുകൊണ്ട് ഇത്രമാത്രം വോട്ടുകൾ മുന്നോട്ട് പോയി എന്നാണ് പഠിക്കേണ്ടത്. ഇവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി അറിയാം, അവർ ഇക്കാലം അത്രയും ചെയ്തിരുന്ന അബദ്ധവശാലോ സുബദ്ധവശാലോ എന്തോ ആകട്ടെ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി പരസ്യമായി അദ്ദേഹം മണ്ണാർക്കാട്ട് ശംസുവിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞ പോലെ തന്നെ മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാനുഭാവന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു പ്രഖ്യാപനമുണ്ട്, സമത്വക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞ വാക്ക, അതിന് ആമീൻ പറഞ്ഞ ഒരു വലിയ നിര കോഴിക്കോട് മുതലക്കുളത്തും മലപ്പുറത്തും ഉണ്ടായിരുന്നു. ആ വാക്ക് പുലരണ്ടേ? കണ്ണിയത്ത് പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ഞാനൊക്കെ അന്നാണ് ഈ മുഖം കെടുത്തട്ടെ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. മാനം കെടുത്തട്ടെ എന്നല്ല കണ്ണിയത്ത് പറഞ്ഞെന്താ കാരണം? കണ്ണിയത്തിനറിയാം അവർക്ക് മാനമില്ല, അതിനെ കടാലില്ലല്ലോ. പിന്നെ ആകെയുള്ളത് മുഖമാണ്, അത് കിട്ടില്ലേ. ഇതിനപ്പുറം എന്താ മുഖത്ത് നോക്കാൻ പറ്റുമോ? മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇപ്പൊ ഗൾഫിൽ പോയില്ലേ, ഗൾഫിൽ പോയി ദുബൈയിൽ വെച്ചിട്ട് പത്രസമ്മേളനം. അതെന്താ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. സഖാവിമാർ പറഞ്ഞെന്താ? അത് ശൈഖുനാന്റെ ജദീദായ കൗലാണ്, മറ്റത് ഖദീമായ കൗലാണ്. കാരണം ശൈഖുന ഇമാം ഷാഫി തങ്ങളെ റാഫി ഇമാമിന്റെ ഒക്കെ മേലല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ജദീദായ കൗലുണ്ടാവും, ഖദീമായ കൗലുണ്ടാവും. നമ്മുടെ സാധുക്കൾ അംഗീകരിച്ചിരിക്കണം. ആ ജാതി തട്ടിപ്പൊന്നും ഈ സമൂഹത്തിന് മുമ്പിൽ ഇനി വരപ്പോകുന്ന പ്രശ്നമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എനിക്കെന്റെ പ്രിയപ്പെട്ട സാധു സഖാഫി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ അദ്ദേഹത്തെ ശൈഖുനാന്ന് പറഞ്ഞ വെറുതെ വഷളാക്കരുത്. അല്ലെങ്കിൽ തന്നെ അതിന് യോഗ്യനില്ലാത്ത ഒരാളാണ് എന്ന് മാനുമുസ്ലിം പറയാണ്ടായിരുന്നു. ഇനി നിങ്ങൾ ശൈഖുനാന്ന് പറഞ്ഞാൽ തക്കാളിപ്പെട്ടി ഗോദരേജിന്റെ പൊട്ട് വെച്ച മാതിരി ഉണ്ടാവും. വെറുതെ ഇങ്ങനെ അടങ്ങാറാവുന്ന ആ രീതിയിൽ വേണ്ട. സത്യത്തിൽ മനുഷ്യനെ ഇല്ലാത്ത പദവി വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ പുകഴ്ത്തി അദ്ദേഹത്തെ വഷളാക്കണ്ട. അതാണ് കൃത്യമായി നിങ്ങളോട് പറയാൻ വിനയപൂർവ്വം പറയാനുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, സമത്വ കേരള ജമിയത്തിലുമായി ഒട്ടിനിന്ന ഇവിടെ നേരത്തെ എന്റെ സുഹൃത്ത് കബീർ അൻവരി സൂചിപ്പിച്ചു, മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടും, തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ആളോട് പോയിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ കൃത്യമായി തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പീഡന കേസിൽ സഹായിക്കാത്തതിന്റെ പേരിലാണ് എന്നെ ആക്രമിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് ആൺകുട്ടിയെ പോലെ പറഞ്ഞ ശംസുദ്ദീൻ സാഹിബിനെ വിജയിപ്പിക്കണം എന്നത് ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ആളുകളുണ്ട് ഇവിടെ. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, എനിക്കറിയാം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങൾ മർക്കസിൽ പോയി മാപ്പ് പറയണമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട്. കുറച്ചു വെക്കാൻ കഴിയില്ല, എനിക്കറിയാം, ഉപദേശിച്ചിട്ടുണ്ട്. പല ചർച്ചകളിലും പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് തീർത്തു പറഞ്ഞു. സമത്വ കേരള ജമിയത്തുമായി ബറക്കത്തുള്ള സംഘടനയുമായി ഒട്ടിനിന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഒട്ടിനിന്നവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പൂർണ്ണമായി മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച ആളാണ് പി കെ ബഷീർ. പി കെ ബഷീർ സമത്വ കേരള ജമിയത്തിനുമായി ആലപ്പുഴ സമ്മേളനത്തിൽ വന്നു. സമ്മേളനത്തിൽ വെച്ചൊരു പ്രസംഗമൊക്കെ നടത്തി. ഇതിനെതിരെ അദ്ദേഹത്തിനെതിരെ വാട്സപ്പിൽ നല്ല പ്രചരണം നടത്തി. ആ പ്രചരണം നടത്തി പി കെ ബഷീർ സമത്വയുമായുള്ള ബന്ധം, അദ്ദേഹം ഏത് ആദർശക്കാരനാണെങ്കിലും സമത്വയുമായി നല്ല ബന്ധമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ ജബറാജിക്കറിയാം, അച്ഛനയിൽ പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ന്യായത്തിന്റെ പക്ഷത്ത്, സമത്വക്കാരെപ്പോഴും ന്യായത്തിന്റെ പക്ഷത്തെ ഉണ്ടാവാറുള്ളൂ. അവരുടെ സ്ഥാപനം നമ്മൾ കയ്യേറാൻ പോകാറില്ല. കണക്ക് ചോദിച്ചപ്പോൾ വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നം അവരുണ്ടാക്കിയതാ. ആ പ്രശ്നത്തിൽ MLA വളരെ കൃത്യമായി തന്റെ നയം പ്രകടിപ്പിച്ചുകൊണ്ട് സമത്വക്കൊപ്പം നിന്നു. തമിഴ്നാട് മണ്ഡലത്തിൽ സമപ്രവർത്തനമായി മുന്നോട്ട് വന്നു. മാത്രമല്ല, പി കെ ബഷീറിനെതിരെ ഏറനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത് KT അബ്ദുറഹിമാനാണ്. KT അബ്ദുറഹിമാൻ മുസ്ലിം ജമാഅത്തിന്റെ യോഗത്തിൽ മഞ്ചേരിയിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി പരസ്യമായി വീടുകൾ കയറി വോട്ട് പിടിച്ചു. അദ്ദേഹത്തിന് വേണ്ടി വോട്ടുകൾ വസിയത്ത് ചെയ്യിച്ചു പലരും. വോട്ടിനാണ്. അതേസമയത്ത് പി കെ ബഷീർ 2011 ജയിച്ചത് 11,246 വോട്ടിനാണ്. 1,504 വോട്ടിന്റെ ഭൂരിപക്ഷം ഏറനാട് മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൂചനകളായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാർക്ക് കഴിയും. ബഷീർ യോഗത്തിന് വന്നപ്പോൾ അവനെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. ബഷീറിന് 1,500 വോട്ട് വിജയിച്ചു. നിങ്ങളടുത്ത് വന്നവരുണ്ടോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെറുതെ മർക്കസ് പോയി, കഴിഞ്ഞു കഥ, വെറുതെ പോയി. അയാൾ പറഞ്ഞു വരണം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു മർക്കസിലേക്ക് ക്ഷണിച്ചില്ല, ഞങ്ങൾ തടഞ്ഞില്ല. ഇനി കോൺഗ്രസിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ട, ഒരു മുന്നണി നേതാവ് എന്നുള്ള നിലയ്ക്ക് തടഞ്ഞാൽ നിൽക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ തന്നെ പറഞ്ഞു, തടഞ്ഞാൽ നിൽക്കും. പക്ഷെ ഞങ്ങൾ അതിൽ ഇടപെട്ടില്ല. ഉമ്മൻചാണ്ടി പോയി. പോയതോടുകൂടി അദ്ദേഹത്തിന്റെ ഈ വികസനങ്ങളൊക്കെ മുങ്ങിപ്പോയി. ഈ വ്യക്തി ആരെ തൊട്ടുവോ ആരെ സ്പർശിച്ചുവോ അത് മുഴുവൻ കുളത്തിലായ കഥകളാണ് പൂർവ്വകാലത്തെ നമുക്കൊപ്പമുള്ളത്. സമത്വക്കൊപ്പം നിന്നു KM ഷാജി, അറിയപ്പെടുന്നൊരു മീഡിയ പ്രവർത്തന അയാൾക്കെതിരെ മത്സരിച്ചത്.
2011 493 വോട്ടിന്റെ ഭൂരിപക്ഷം 2016 22,287 493 നിന്ന് 2,287 ഷാജി കുതിച്ചുയർന്നു. എന്താ കാരണം? വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കും പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ തീവ്രവാദം വളർത്തുന്ന ആളുകളെയും എതിർത്ത് സമത്വ പറഞ്ഞ അതേ ലൈവിൽ തന്നെ നിന്നുകൊണ്ട് അതിശക്തമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അദ്ദേഹത്തെ ശക്തമായി എതിർത്തല്ലോ മറുഭാഗം. ഇവിടെ നേരത്തെ ആധികാരികമായി തന്നെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറഞ്ഞു, ഇത്തവണ ഒരു മണ്ഡലത്തിലും ഇവരുടെ സഹായം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മണ്ണാർക്കാട് മണ്ഡലത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ബഷീർ സാഹിബ് സൂചിപ്പിച്ചു, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സമത്വയുടെ ഈ പ്രവർത്തകർക്ക് തന്നെയാണ് എന്ന് ബഷീർ പറയുമ്പോ അത് ആധികാരികമായി പഠിച്ചത് കൊണ്ടല്ലേ പറയുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കാന്തപുരം ഇഫക്ട് എന്ന് പറയുന്ന സാധനം അത് കേവലം സീറോ മാത്രമാണ്. അദ്ദേഹം സമത്വ കേരള ജമിയത്തുൽമയിൽ വന്നതിന്റെ ശേഷമുണ്ടാക്കിയ പുലിവാലുകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പക്ഷെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അയാളെ ഇപ്പോഴും മനസ്സിലാക്കാത്തവർ, അയാളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, നമ്മുടെ പ്രവർത്തകർ സജീവമായി എവിടെയെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവർക്ക് പ്രകോപനമാകുമെന്ന് ഭയപ്പെട്ടവർ ആണുള്ളത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ പ്രവർത്തകർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ശക്തമായ പ്രവർത്തനം നടത്താൻ കഴിയാതെ കേവലം എന്റെ സുഹൃത്ത് നാസർ വൈസി സൂചിപ്പിച്ചതുപോലെ വോട്ട് മാത്രം പോയി ചെയ്യുന്നവരാകും. ഒരു സംഘടിത ആസൂത്രിത പ്രവർത്തനം ഉണ്ടാകില്ല. മണ്ണാർക്കാട്ടെ നിങ്ങൾ കണ്ടതെന്താ? ഈ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടിയുടെ കൂടെ അദ്ദേഹം ഇവരുടെ ക്ലിപ്പിംഗ് സൈഡിൽ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ കൂടെ ജബീർ അൻവരി തുടങ്ങി ഇവിടെയുള്ള കുറച്ച് സംഘടനാ പ്രവർത്തകർ അതിശക്തമായി കൃത്യമായ ആസൂത്രണത്തിലൂടെ മുന്നോട്ട് പോയപ്പോ ആ പടക്കുതിരകളെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വിജയം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി. കാരണം മണ്ണാർക്കാട് മണ്ഡലത്തിലേക്ക് സകലരും ഉറ്റുനോക്കി. എല്ലാ ആളുകളും മണ്ണാർക്കാട്ടേക്ക് ഉറ്റുനോക്കിയിരുന്നു. എല്ലാവരുടെ ശ്രദ്ധ മണ്ണാർക്കാട്ടായിരുന്നു. ഞാനിതിന്റെ അടുത്ത് നേരത്തെ വാപ്പുസ്താദ് സൂചിപ്പിച്ചതുപോലെ വിദേശത്തിന് പരിപാടിക്ക് പോയി എല്ലാവരും കാണുമ്പോൾ പറയുന്നത് 140 നിയോജക മണ്ഡലം എന്തായാലും ശരി ഒരു മണ്ഡലത്തിൽ ജയിക്കണം. ആളുകൾ അങ്ങനെ ഒരു മനസ്സ് തീരുമാനിച്ചു. നേരത്തെ ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ മുസ്ലിങ്ങളുടെ മനസ്സിൽ വരെ അങ്ങനെ ട്രെൻഡ് വന്നു. നേരത്തെ സാദിഖ് ഉസ്താദ് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് വലിയ സന്തോഷമുളവാക്കി. കാരണം എന്താ, അട്ടപ്പാടിയിൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഇവർ ചെന്നപ്പോ നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ വിഭാഗക്കാരാണെങ്കിൽ കയറണ്ട, സമത്വക്കാരാണെങ്കിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ സംഘടന വരെ അവരുടെ സ്ഥാപനത്തിലേക്ക് കയറ്റാൻ പറ്റാത്ത വിധം ഒപ്പുവെച്ച കലം പോലെ നിങ്ങൾ അകറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം അത്രയുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ നല്ലത്? ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആദ്യം മുസ്ലിം ജമാഅത്തെ പിരിച്ചുവിടുക, പിന്നെ സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ അരവിന്ദാക്ഷ മേലുണ്ടാക്കിയ സംഘടനയും പിരിച്ചുവിടുക. എന്നിട്ട് ഈ ഇരിക്കുന്ന നേതാക്കളെ കാൽക്കൽ വന്ന് അഭയം പ്രാപിക്കലാണ് നിങ്ങൾക്ക് മുഖം ഇനിയും കാണാതിരിക്കാൻ നല്ലത്. ഏറ്റവും നല്ല കാര്യം അതാ. ഇവരെ വന്നിട്ട് കണ്ടിട്ട് സമാധാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ സംഘടനയിൽ യോജിച്ച് ഇനി ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ പ്രവർത്തിക്കുക. സമത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം കണ്ടുവരുന്നു വേണ്ട, ചിലപ്പോൾ കിട്ടില്ലാന്ന് വരും. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ മുന്നോട്ട് പോകാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇദ്ദേഹം സമത്വ കേരള ജമിയത്തുൽ ഉലമയിൽ വരുന്നത് ഈ പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഈ പാലക്കാട് ജില്ലയിൽ ഒരുപാട് ചരിത്രമുണ്ട്. സമത്വയുമായി ബന്ധപ്പെട്ട ചമ്മൻകുടിയും അതുപോലെ തന്നെ സമത്വയുടെ ആദ്യകാല സമ്മേളനങ്ങൾ നടന്ന ഒരുപാട് സ്ഥലങ്ങൾ മോളൂരൊക്കെ ഈ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. 1974 ഏപ്രിൽ 21 പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ ചേർന്ന മുഷാവറ യോഗമാണ് ഇദ്ദേഹത്തെ സമത്വ മുഷാവറ അംഗമായി എടുക്കുന്നത്. ആ മുഷാവറ അംഗമായി എടുത്ത അദ്ദേഹം സുന്നിയൻ സംഘത്തിന്റെ തലപ്പത്ത് വന്ന് ജനറൽ സെക്രട്ടറിയായി, കോഴിക്കോട് ഓഫീസ് സെക്രട്ടറിയായി, സമത്വയുടെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ഇദ്ദേഹം കാപ്പട്യം പ്രകടിപ്പിച്ചത് നമ്മുടെ നേതാക്കൾ പിടിച്ചു. അദ്ദേഹം ഖത്തറിൽ പോയി. പോയിട്ട് MB സലീം മൗലവി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പരസ്യമായി അവിടെ പിരിവ് നടത്തി. ഈ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജമാഅത്ത് ബന്ധം കൊണ്ട് പണം കിട്ടൂ ഖത്തറിൽ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സമത്വയുടെ കോഴിക്കോട് ഓഫീസിലേക്ക് അദ്ദേഹം വിവരം അറിയിച്ചു. ഞാൻ വരുന്നത് വരെ സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമായ സുന്നി വോയിസിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഒന്നും എഴുതാൻ പാടില്ല. ഇദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യം സമത്വ കേരള ജമിയത്തുൽ ഓഫീസിലേക്ക് അയച്ചു. MB സലീം മൗലവിയുമായി അദ്ദേഹം വേദി പങ്കിട്ടതും ഒരുമിച്ച് അവിടെ സമ്മേളനം നടത്തിയതുമൊക്കെ 1979 നവംബർ 16 ചന്ദ്രികാ പത്രത്തിലും നവംബർ 10 ലീഗ് ടൈംസ് പത്രത്തിലും ഒരുപോലെ വന്നു. ആ രണ്ട് പത്രത്തിലും ഒരുപോലെ വന്നാൽ പിന്നെ തർക്കമില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം ഈ കത്തെഴുത്തിന്റെ പേരിൽ നമ്മുടെ മഹാന്മാരെ നേതാക്കൾ വളരെയധികം ഗൗരവത്തോടു കൂടി വാണിയമ്പലം മുത്തലിമാം മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ, കോട്ടമല ഉസ്താദിനെ പോലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടെ വിഷയമെടുത്ത് ചർച്ച ചെയ്ത് നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. അവസാനം ഇരുത്തമെന്ന പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ നീക്കി ഒരു പണിഷ്മെന്റ് കൊടുത്ത് ആ സ്ഥാനത്ത് KV ഉസ്താദിനെ പോസ്റ്റ് ചെയ്തു. തുടക്കത്തിൽ തന്നെ നേതാക്കളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം സമത്വ കേരള ജമിയത്തുൽ ഉലമയിലേക്ക് കടന്നു വന്ന് വിവാദം സൃഷ്ടിക്കുന്നത്. പിന്നെ വിവാദങ്ങളുടെ വിവാദമാണ്.
1979 രാഷ്ട്രീയ പ്രമേയം കൊണ്ടുവന്നു. ഒന്നുകിൽ സമത്വ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം, അല്ലെങ്കിൽ സീനിയർ സംഘത്തെ സമത്വയുടെ രാഷ്ട്രീയ പാർട്ടിയാക്കണമെന്ന് പറഞ്ഞു. ഈ വാദം ഉന്നയിച്ചുകൊണ്ട് സമത്വ കേരള ജമിയത്തുലമയുടെ മുമ്പിൽ വന്നപ്പോ സമത്വയുടെ മഹാരഥന്മാരായ നായകന്മാർ പറഞ്ഞു, പാടില്ല, സമത്വക്ക് അതിന്റെ പഴയകാല രാഷ്ട്രീയ നയമുണ്ട്, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയം പാടില്ല. ഈ നയം സമത്വ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഉസ്താദന്മാരെ പരസ്യമായി ധിക്കരിക്കാൻ കഴിയാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് അന്നത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ SSFനെയും അതുപോലെ തന്നെ SYSനെയും ദുരുപയോഗം ചെയ്ത് നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകമായി ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്നതിന് വേണ്ടി SPB എന്നൊരു സംഘടന രൂപീകരിച്ചു. സുന്നി പാർലമെന്ററി ബോർഡ്. എന്തിനാ സുന്നികൾക്ക് പാർലമെന്ററി ബോർഡ്? സുന്നികൾ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് പാർലമെന്ററി ബോർഡ് വേണം, കോൺഗ്രസിന് പാർലമെന്ററി ബോർഡ് വേണം, മറ്റു പാർട്ടികൾക്ക് വേണം. സമത്വക്ക് എന്തിനാ പാർലമെന്ററി ബോർഡ്? സമത്വ കേരള ജമിയത്തുലമയുടെ പേരിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചിട്ട് ഇന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞു, ഇന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമുള്ള പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് SSFന്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 1979 നവംബർ 6 സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 79 നവംബർ 6 SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പാണക്കാട്ടെ തങ്ങന്മാർ ഒരു മതസംഘടനയുടെ തലപ്പത്ത് നിന്ന് രാജിവെക്കാറില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ രാജിവെച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാം, ആ സംഘടന പിന്നെ ദുനിയാവിൽ നിന്ന് ഗുരുത്വം കിട്ടുന്ന സംഘടനയാകില്ല. കാരണം തങ്ങൾ രാജിവെച്ചിറങ്ങിപ്പോന്നു. പിന്നെ 79 മുതൽ 89 വരെ ഒരു വെഞ്ചതിൽ പോലെ സമൂഹത്തിൽ കയറി അപകടമുണ്ടാക്കി. സമത്വ കേരള ജമിയത്തുലമയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയം കളിച്ചു. മുസ്ലിം ലീഗിനെ എതിർക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, സമത്വക്കാരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സമത്വയുടെ പേരിൽ, സമത്വയുടെ വേദിയിൽ, സമത്വയുടെ കൊടി വെച്ച് അങ്ങനെ എതിർക്കാൻ പാടില്ലല്ലോ. അങ്ങനെ സമത്വ കേരള ജമിയത്തുലമയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിശക്തമായ എതിർപ്പുണ്ടാക്കി. അപ്പോഴാണ് 1984 ശരീഅത്ത് വിവാദം വരുന്നത്. ആ ശരീഅത്ത് വിവാദം വന്നപ്പോൾ സമത്വ കേരള ജമിയത്തുലമയുടെ മഹാനായ നായകൻ ബഹുമാനപ്പെട്ട ശംസുലമയുടെ നായകത്വത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒന്നിച്ച് സംഘടിച്ചുകൊണ്ട് ശരീഅത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ ശബ്ദമുയർത്തി. അന്ന് അതിൽ ഒരിക്കലും അംഗീകാരം കൊടുക്കാതെ സമത്വ കേരള ജംഇയ്യത്തുൽ നിന്നും ഈ വിഭാഗം ആളുകൾ സമത്വയുടെ ഈ തീരുമാനത്തെ എതിർത്തു. സത്യത്തിൽ ശംസുലമ അന്ന് പറഞ്ഞു, ഇന്നും നമുക്ക് നോക്കിയാൽ ബോധ്യമാകുന്ന കാര്യമാണ്, സമത്വയുടെ ഭരണഘടനയിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ 5 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണം. അത് മാത്രമേ ശംസുലമ ചെയ്തുള്ളൂ. ആ അവകാശാധികാര സംരക്ഷണത്തിന് വേണ്ടിയാണ് കോഴിക്കോട്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്തത്. അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ, അപ്പോഴാണ് ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാകുന്നത്. 1984 ജനുവരി 10 സുന്നി സംരക്ഷണ സമിതി രൂപീകരിച്ചതപ്പോഴാ ഞാനിങ്ങനെ യോഗത്തിൽ ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദുആ ചെയ്ത പോർത്തുപോയി. അന്ന് സുന്നി സംരക്ഷണ സമിതിയുടെ തലപ്പത്ത് വന്നുകൊണ്ട് ഈ ജിഹാദിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അന്നത്തെ കുറച്ചാളുകൾ അതിശക്തമായി ഇദ്ദേഹത്തിന്റെ രംഗത്തിറങ്ങി. അപ്പോഴാണ് പ്രതിസന്ധി ഘട്ടത്തിൽ സമത്വ അതിശക്തമായി രംഗത്തിറങ്ങുമെന്ന് ബോധ്യം വന്നത് അവർക്ക്. നമ്മൾ ഇവനൊരു യോഗം നടത്തുമ്പോ എന്തിനാണ് രാഷ്ട്രീയത്തിൽ സമത്വ യോഗം നടത്തുന്നത്, എന്തിനാണ് മണ്ണാർക്കാട്ട് സമത്വയുടെ അണികൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചോദിക്കുന്നവരുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധിയിലാക്കുമ്പോ ഇവിടെ സംഭവിച്ചതെന്താ? നേരത്തെ ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ ഈ മത്സരിക്കുന്ന MLA സ്വപ്നത്തിൽ പോലും അറിയാത്ത കാര്യം അദ്ദേഹത്തിന്റെ മേൽ ആരോപിച്ചു. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മേൽ ഇത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട്, ഇനി അയാൾ എത്ര ശക്തനാണെങ്കിലും അയാൾ അറിയാത്ത കാര്യമാണ് മേൽ ആരോപിച്ചുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ അത് ശരിയില്ലെന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം സമത്വയുടെ പേരിലാണ് ഇത് പറയുന്നത്, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പേരിലാണ് അവർ പറയുന്നത്. ഇത്തരം നടപടികൾ സമത്വ മുമ്പും ചെയ്തിട്ടുണ്ട്. ആ നടപടികളിലേക്ക് തന്നെ തെളിവാണ് മഞ്ചേരിയിൽ CH മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു. 1984 മഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് കുരിക്കൽ. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. അന്ന് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു മഞ്ചേരി ഒരു പണ്ഡിത സമ്മേളനം. സമത്വയല്ല സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പണ്ഡിത സമ്മേളനത്തിലേക്ക് എന്തിനാ സമത്വ പോയത്? കണ്ണിയത്ത് ഉസ്താദ് പോയി, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് പോയി, അതുപോലെ തന്നെ MM ബഷീർ മുസ്ലിയാർ പോയി. അങ്ങനെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവൻ കോഴിക്കോട് മലപ്പുറത്ത് മഞ്ചേരിയിൽ സംഘടിപ്പിച്ച അവിടുത്തെ സഭാ ഹാളിന് സമീപമുള്ള ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാർ തെറ്റിദ്ധാരണ തിരുത്താൻ കാരണം എന്തിനാ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച യോഗത്തിലേക്ക് സമത്വ പണ്ഡിതന്മാർ പോയത്? മുസ്ലിം ലീഗ് എന്തിനാ പണ്ഡിത സമ്മേളനം സംഘടിപ്പിച്ചത്? സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പേരിൽ MDP എന്ന പാർട്ടി വന്നു. ഫാറൂഖ് മൗലവി മത്സരിക്കുന്നു ബഹുമാനപ്പെട്ട കുരിക്കൽക്കെതിരെ. ഫാറൂഖ് മൗലവി പ്രചരിപ്പിച്ചു, അദ്ദേഹത്തിന്റെ അണികൾ പ്രചരിപ്പിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ ഈ കൂട്ടർ നിന്നു.
അവർ പ്രചരിപ്പിച്ചത് പരസ്യമായി എന്ന സമത്വയിൽ ഭിന്നിപ്പുണ്ടായിട്ടില്ല, സമത്വയിൽ ആ ചേരിതിരിവുണ്ടായിട്ടില്ല. പക്ഷേ ഈ ചേരിതിരിവ് 89 മുതൽ ആരംഭിച്ച ഇദ്ദേഹം 84 അത് ശക്തമാക്കി നിർത്തിയപ്പോ സമത്വ കേരള ജംഇയ്യത്തുൽ സ്ഥാനാർത്ഥിയാണ് ഫാറൂഖ് മൗലവി എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തത്തിനാണ് സമത്വ പോയത്, വോട്ട് പിടിക്കാനല്ല സമത്വ പോയത്. ലീഗിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ തെറ്റിദ്ധാരണ ശരിയല്ലെന്ന് പറയാനാ കോട്ടമൽ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും പോയത്. ഇവിടെയും നമ്മൾ ഇറങ്ങിയതിന് ശംസുദ്ദീൻ ഈ വിഷയത്തിൽ തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ, ആ ബോധ്യപ്പെടുത്തൽ നമ്മുടെ ആവശ്യമാണെന്ന് നേതാക്കൾ കാണിച്ചെന്ന വഴിയാണ്. ഇന്ത്യ മഹാരാജ്യം വർഗീയതയിലേക്ക് പോകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ, ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ഇരിക്കുന്ന ബാബു മുസ്ലിയാർ അടക്കമുള്ള നേതാക്കൾ ചെറുശ്ശേരി ഉസ്താദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മലപ്പുറത്ത് കോഴിച്ചിലിൽ ഒരു നയപ്രഖ്യാപന സമ്മേളനം നടത്തി. ആ നയപ്രഖ്യാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് കൃത്യമായി പ്രസംഗിച്ചു. നമ്മളാർക്കും വോട്ട് ചെയ്യാനല്ല പറഞ്ഞത്, ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നതിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു കോഴിച്ചില സമ്മേളനം സംഘടിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2009 ഏപ്രിൽ 8 കോഴിച്ചിലിൽ സംഘടിപ്പിച്ച ആ സമ്മേളനം. ഈ 2 സമ്മേളനങ്ങൾ എന്തിനാണ് സംഘടിപ്പിച്ചത്? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മത്തിന് ദിശാബോധം കൊടുക്കുവാൻ. ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. സത്യസന്ധമായി സമൂഹത്തെ നിർത്തേണ്ട ഉത്തരവാദിത്തം ആലിമീങ്ങൾക്കുള്ളത് കൊണ്ട് ആ കർമ്മധർമ്മം മാത്രമേ പണ്ഡിതന്മാർ നിർവഹിച്ചുള്ളൂ. അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല, ഇറങ്ങാൻ ആഹ്വാനം ചെയ്തതുമില്ല. പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ സമത്ത അതിന്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. 1989 ഇദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നു. പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് കുന്ദമംഗലത്ത് യോഗം വെച്ചു. ആ കുന്ദമംഗലത്തെ യോഗത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രസംഗം 89 നവംബർ 18 എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു. മാതൃഭൂമി പത്രത്തിൽ വലിയ ഹെഡിംഗ് ആയി വന്നു. മാതൃഭൂമി പത്രത്തിൽ നീണ്ട വരിയിൽ വന്നു. മുസ്ലിംകളിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടായിരിക്കാം, എന്താവട്ടെ. വളരെ ഗൗരവത്തോടുകൂടി ആ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും കുന്നമംഗലത്തെ മേഖലാ സുന്നി സമ്മേളനവും അതിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ പ്രസംഗിച്ചത്. കാരണം മരിച്ച ഖബർക്കിലും ആദ്യം ചോദിക്കുക ആർക്കാ വോട്ട് ചെയ്തതെന്നല്ലേ, അങ്ങനെ ചോദിക്കാം. അതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. കുന്നമംഗലത്ത് വെച്ച് ചെയ്ത ആ പ്രസംഗം തെറ്റിദ്ധാരണജനകമായതുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസ്താവിച്ചു, അങ്ങനെ തീരുമാനം സമത്വക്കില്ല. ഓരോ സമയത്തും ഇവരാണ് രാഷ്ട്രീയത്തിലിറങ്ങിയത്. 2009 രണ്ടത്താണി പൊന്നാനിയിൽ മത്സരിച്ചു. പൊന്നാനിയിൽ മത്സരിക്കുന്ന സമയത്ത് ടി മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ മത്സരിക്കുമ്പോ അവർ അതിശക്തമായി അയാൾക്ക് പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, എന്റെ പിന്നിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിരിപ്പുന്നുണ്ട് മുഹമ്മദ് രാമന്തളി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം അന്ന് അപ്പുറത്ത്, അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത പണി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് മലപ്പുറത്തെ സ്വലാത്ത് നഗറിലെ തങ്ങൾ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, പക്ഷേ ഈ ചെയ്ത പണി പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹം കൃത്യമായി പറഞ്ഞു പത്രേ 42,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണ് ജയിക്കും, നിങ്ങൾ പത്രത്തിൽ അടിച്ചോ. അങ്ങനെ അടുപ്പിച്ചു തന്നെ ഇവരെ കൊണ്ട് നോക്ക്, നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, അതാ മുഹമ്മദ് രാമന്തൾ 72,000 വോട്ട് കൂടിയേക്കും, 72,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രം അടിക്കാൻ പറഞ്ഞു. അങ്ങനെ മുഖപത്രം എന്നൊരു പത്രം അടിച്ചു. ആ പത്രം എടുത്ത് പിടിച്ചുകൊണ്ട് ഞാനവിടെ സംസാരിച്ചിരുന്നു. ആ മുഖപത്രത്തിന്റെ മറ്റൊരു പേജ് എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സമത്വയുടെ പേരിൽ ഇവരെന്തിനാ കളിച്ചത്? ഈ രാഷ്ട്രീയമൊക്കെ സമുദായ ദ്രോഹ നടപടിയാണ്. അവിടെ മുസ്ലിം ലീഗിനെ എത്തുത്തു എന്നതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ എതിർക്കുന്നില്ല. അവരെന്തെല്ലാം ചെയ്തു. എന്റെ അടുത്ത് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായപ്പോ കോട ചൂടിക്കൊണ്ട് അദ്ദേഹത്തെ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നു. വലിയ ബോർഡ് സ്വലാത്ത് നഗർ. അച്യുതാനന്ദ സ്റ്റേജിൽ കയറി അപ്പൊ തന്നെ പറഞ്ഞു, മഹാനായ സ്വലാത്ത് സാഹിബിനെ പോലെ ആകണം നിങ്ങളൊക്കെ. അതൊരു വലിയ ആളെന്ന് നമുക്ക് വിചാരിച്ചു. കാരണം എന്താ, സ്വലാത്ത് നഗർ എന്നൊക്കെ പറയും, മരിച്ചാൽ പേരില്ല നഗർ വരിക, അങ്ങനെയാണല്ലോ. അദ്ദേഹം വിചാരിച്ച് സ്വലാത്ത് എന്ന സാധനം അങ്ങനെ ആളായിരുന്നു എന്നാണ്. ആ പാവം അദ്ദേഹത്തിന്റെ അറിവുകേട് കൊണ്ടല്ല, പക്ഷെ അത് അങ്ങനെയല്ല അദ്ദേഹം ധരിക്കും. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാ രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ഈ പ്രവർത്തനം കൂടി ചെയ്ത ആളുകൾ എത്ര വലിയ സമുദായ ദ്രോഹ നടപടികൾ ചെയ്തു. ഞാനത് കൃത്യമായി എത്തിത്തരാം. നിങ്ങൾ സമയദൈർഘ്യമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. ഒന്നാമതായി ഇവര് ശരീഅത്ത് സംവാദ കാലഘട്ടത്തിൽ സമുദായത്തിന്റെ കൂടെ നിന്നില്ല. ശരീഅത്ത് സംവാദത്തിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരമായിരുന്നു. അതിന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നേതൃത്വം കൊടുത്തിരുന്നു. അന്ന് ശംസുലമയുടെ നടപടി വിമർശിച്ചു, അത് തെറ്റായിരുന്നില്ലേ? രണ്ടാമത്തത് ബാബരി പള്ളി പ്രശ്നം. ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഈ രാജ്യത്ത് കത്തിച്ചൊലിക്കുമ്പോൾ ബാബരി മസ്ജിദ് പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിമിന്റെ ഗൗരവമുള്ള വിഷയമല്ലേ? ആ വിഷയത്തിൽ ഇയാൾ എവിടെയാണുള്ളത്? അയാളും അയാൾ അനുയായികളും പറഞ്ഞു ബാബരി പള്ളി പ്രശ്നമല്ല, പാലപ്പറ്റ പള്ളിയാണ് പ്രശ്നം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കാരണം പാലപ്പറ്റ പള്ളി മുജാഹിദുകൾ പിടിച്ചടക്കിയിരിക്കുന്നു, വിജയത്തിനെതിരെ ശബ്ദിക്കണമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് 1988 മതസ്ഥാപന ദുരുപയോഗ ബില്ല് വന്നു. മതസ്ഥാപന ദുരുപയോഗ ബില്ല് വന്നപ്പോൾ അതിന്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. നാട്ടിക മൂസമൗലവി അന്ന് ചെയ്ത പ്രസംഗം, എന്റെ സുഹൃത്ത് സൈബൈസി ഞങ്ങളൊക്കെ ചെയ്ത പ്രസംഗം അറിയാം. അന്ന് ഈ മതസ്ഥാപന ദുരുപയോഗ ബില്ല് വന്നാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ് ഇദ്ദേഹം.
സമൂഹത്തിന്റെ പൊതുപ്രശ്നത്തിൽ എപ്പോഴും മുസ്ലിങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് നിന്നിട്ടുള്ളൂ. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. സമത്വക്കകത്ത് ചേരിതിരിവുണ്ടാക്കി ഇയാൾ ചെയ്ത ഓരോ പ്രവർത്തനം ഒക്കെ കഴിഞ്ഞു. സമത്വയുടെ പുറത്ത് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചു. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഉമ്മത്തിൽ ഓരോ മഹല്ലത്തിലും അഖിലുൽ ഹല്ലി വല്ലഖദ് കാദിമാരെ നിയമിക്കും. അങ്ങനെ ഓരോരുത്തരും കാദിമാരെ നിയമിച്ചുകൊണ്ട് ആ കാദിമാർ നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇവർ ഒരു ജില്ലാ കാദി നിയമനം ഓരോ സ്ഥലത്തും ജില്ലാ കാദിമാര്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു തന്നെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കാദിയായ നിരവധി മഹല്ലുകൾ കേരളത്തിലുണ്ട്. ആ മഹാൻ മലപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജില്ലയിൽ വേറൊരു കാദി, പാണക്കാട്ടെ തങ്ങളെ മേലെ വേറൊരു കാദി. ആ പാണക്കാട് കുടുംബത്തിൽ തന്നെ കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോ തങ്ങൾ കോഴിക്കോട് കാദിയ, വലിയ കാദി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേലെ വേറൊരു കാദി. ഇങ്ങനെ കാദിമാരെ കൊണ്ടൊരു കളി സമൂഹത്തിന്റെ വിശ്വാസത്തിൽ കളിച്ചു. മാത്രമല്ല, ആ കാദിമാരെ കൊണ്ട് കളിച്ചതിന് ശേഷം ഇവരെ കൊണ്ട് മാസമർപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരിൽ വമ്പിച്ച പ്രത്യാഘാതമുണ്ടാക്കത്തക്ക വിധം ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കി. മറക്കാൻ കഴിയുമോ ഈ സമൂഹത്തിന്? അതുപോലെ കുവൈത്ത് കരാർ പോയി ഒപ്പിട്ട് സുന്നത്ത് ജമാഅത്തിന് അടിയറ വെച്ചു. റസ്മുൽ ഉസ്മാനി വിവാദമുണ്ടാക്കി മുസ്തഫുകൾ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു. തൊലാത്ത് സംവാദമുണ്ടാക്കി പണ്ഡിതന്മാരുടെ വില കുറച്ചു. മുടിയും പൊടിയും ചട്ടിയും ഞാൻ പറയേണ്ടതില്ലല്ലോ, മാനം കെട്ടി നിൽക്കുന്ന അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ഇത്രമേൽ വൃത്തികേടുകൾ ആരോപിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി വേറെയുണ്ടോ, ഒരു സംഘടന വേറെയുണ്ടോ? നമുക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഉണ്ടായിട്ടില്ല. ശംസുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ എന്നോട് അദ്ദേഹം വ്യക്തിപരമായി ഒരു ദ്രോഹവും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നോട് അദ്ദേഹം വ്യക്തിപരമായ ഒരു ദ്രോഹം എന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹം നമുക്ക് ഒരു ദ്രോഹവും ചെയ്തില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്തിനാ ആരോപിക്കേണ്ട ആവശ്യം? മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ ചെയ്ത പ്രവർത്തനങ്ങൾ സമുദായ ദ്രോഹ നടപടിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഈ മുടി കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കൽ. അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നാട് നീളെ ബോർഡ് വെച്ചു. ആ പള്ളി ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പിരിച്ച ബോർഡുകളെ കുറിച്ച് വിവരമില്ലാതെയായി. അത് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഉസ്താദ് പള്ളി ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യും, നിങ്ങൾക്ക് എന്താന്നാ ചോദിക്കുന്നത്? ആ രീതിയിലാണ് ചോദിക്കുന്നത്. പണ്ടേതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിളക്ക് പോയപ്പോ, അന്നൊക്കെ പെട്രോൾ മാക്സ പോയപ്പോ അതിനെതിരെ പ്രകടനം നടത്തിയപ്പോ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളക്ക് കിട്ടി. അപ്പൊ അവർ തിരിച്ചു മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാൻ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അത് മുദ്രാവാക്യമാണ്. ആ രീതിയിൽ ഞങ്ങൾ ഉസ്താദ് പണം പിരിച്ച് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. ഏറ്റവും അവസാനം ഇതാ ഈ മുസ്ലിം ഉമ്മത്തിന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുണ്ട്. എന്താ നിങ്ങൾ ലക്ഷ്യം? ഈ സമൂഹത്തെ ഫാസിസ്റ്റുകൾക്ക് വിലക്ക് കൊടുക്കാനാണോ? മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്നവരുമായി ഒട്ടിനിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പദവി കിട്ടുമോ എന്ന് മാത്രം നോക്കി അവർ സംഘടിപ്പിച്ച സൂഫി സമ്മേളനത്തിൽ ഇവരെ ഞെളിഞ്ഞു പോയി പങ്കെടുക്കാൻ ഒരു പണ്ഡിതൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ മുന്നോട്ട് പോകണമോ? സമൂഹത്തിന്റെ മൊത്തം പ്രശ്നത്തിൽ നിങ്ങളുണ്ടായോ? പാഠപുസ്തക വിവാദം നടന്നിവിടെ. പാഠപുസ്തക വിവാദം ഇവിടെ നടന്നപ്പോ ആ പാഠപുസ്തക വിവാദത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ച് മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അതിനെതിരെ തിരിഞ്ഞുകൊണ്ട് ആ കൂട്ടായ്മയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയില്ലേ? അതല്ലേ അവർ ചെയ്തത്? ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി തങ്ങളുടെ അണികൾക്ക് ക്ലാസും ക്യാമ്പും വെച്ച് പഠിപ്പിച്ചു കൊടുത്ത പുസ്തകം എഴുതി, പത്രത്തിൽ എഴുതി അവരെ ഈ മുസ്ലിം ലീഗ് വിരുദ്ധ വികാരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ മനസ്സിലാക്കണം. ഇവർ ചെയ്ത പ്രവർത്തനം കൃത്യമായി അവരുടെ അണികളെ മുസ്ലിം ലീഗിനെതിരാക്കല. നിങ്ങൾ കാണുന്ന നല്ല തലപ്പാവ് വെച്ച മുസ്ലിയാക്കന്മാരാ, നല്ല ദീനീബോധമുള്ള മുസ്ലിയാക്കന്മാരാ. പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ക്ലാസ് എന്താ? നിങ്ങളൊക്കെ കാര്യം പറയാം. പാർലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അദ്ദേഹം കൃത്യമായി ആ പുസ്തകത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറയുന്നത്, ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ ആ പുസ്തകത്തിന്റെ പേര് മുസ്ലിം ലീഗിന് തുറന്ന കത്ത് എന്നാണ്. ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ടില്ല. നേരത്തെ ചില സ്ഥലത്തത് പ്രദർശിപ്പിക്കാറുണ്ട്. കാരണം എന്താ, അന്ന് മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തനത പറഞ്ഞാൽ മനസ്സിലാക്കില്ല. ഇപ്പൊ ശരിക്കും മനസ്സിലാക്കുന്ന സമയത്ത് അപ്പൊ ഇതിന് പുസ്തകം വേണ്ട പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായില്ല, അയാൾ ശരിക്കും മനസ്സിലായല്ലോ. നേരത്തെ എത്ര ഞങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഏതാനും ചില ആളുകളുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിന് പേരിട്ടത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തുറന്ന കത്ത് എന്നാണ്. ആ പുസ്തകത്തിന്റെ പുറഞ്ചട്ട നല്ല പച്ചയാണ്. അവരുടെ പ്രിയപ്പെട്ട ഒരാൾ, ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അതിന് പച്ച ഇടാൻ കാരണം ഇത് ലീഗിന് തുറന്ന കത്ത് ലീഗിനെ നന്നാക്കാൻ വേണ്ടി എഴുതിയതെന്ന് കരുതി ലീഗുകാർ തന്നെ വാങ്ങുമല്ലോ. അത് നല്ല പച്ച കളർ വെച്ചു. എന്നിട്ട് അതിൽ എഴുതിയത് വളരെ പ്രധാനമായി ഞാൻ പറയുന്നു, അതിന്റെ പേജ് 103 വായിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ.
മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോ MLA-മാരോ വായിച്ചിരിക്കുന്ന എനിക്ക് അഭിപ്രായമില്ല. അതിന്റെ പേജ് 103 വളർന്നു വരുന്ന ഒരു തലമുറ അവർ പഠിപ്പിച്ചെന്താ, ഞാൻ വായിക്കുന്നത് അക്ഷരം പ്രതി ആ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. ആ പുസ്തകം വിപണിയിൽ ഇപ്പോഴും കിട്ടും. സഖാഫിമാരൊക്കെ കൊണ്ടു നടക്കുന്ന പുസ്തകമാണ്. രഹസ്യമായി അവർ ചെയ്യുന്ന പ്രവർത്തനം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഒരു സമൂഹത്തെ ഇങ്ങനെ സമുദായ ദ്രോഹികളാക്കി മാറ്റാൻ പാടുണ്ടോ? ലീഗിനെതിരെ പറയാൻ കുഴപ്പമില്ല, നമുക്കതിന് എതിർപ്പില്ല. പക്ഷെ അവർ പറഞ്ഞ വാക്കെന്താ? പേജ് 103 പറയുന്നു, ഒരു ശിപായിയുടെയോ അല്ലെങ്കിൽ അടിച്ചു വാരുന്നവന്റെയോ ജോലിയെങ്കിലും പാവപ്പെട്ട ഒരു മുസ്ലിം കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാൻ ഭരണത്തിലുള്ള ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദ്യം. ഇത് ഔദാര്യമല്ലല്ലോ, അവകാശമല്ലേ? എന്നിരിക്കെ എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു സംഘടന? ചോദ്യം. മുസ്ലിം ലീഗ് എന്ന പേരിൽ സംഘടനയുടെ പ്രസക്തി അടിസ്ഥാനപരമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെ സംഘടനയെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്ന ആളെ മുസ്ലിം ലീഗ് എങ്ങനെ കാണുന്നത്? ആ രീതിയിൽ കണ്ടവർക്ക് അതിന്റെ ഗുണം കിട്ടിയോ? പഠിക്കുന്നുങ്ങൾ. അതുപോലെ തന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മാറാട് സംഭവം നമ്മളൊക്കെ വേദനിപ്പിച്ചൊരു വിഷയം. ഇവരെപ്പോഴും മുസ്ലിങ്ങളുടെ പൊതുപ്രശ്നത്തിൽ മുസ്ലിങ്ങളെ കൂടെ ഉണ്ടാവാറില്ലല്ലോ, വേറെ ആള് തൃപ്തിപ്പെടുത്താറാണോ? ഈ മാറാട് സംഭവം നമ്മൾക്ക് വേദനിപ്പിച്ചു, സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഈ മാറാട് സംഭവത്തെ കുറിച്ച് ആ പുസ്തകത്തിന്റെ പേജ് 74 പറയുന്നു, മാറാട് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് പ്രധാനമാണ്. പ്രതികൾ മുഴുവൻ മുസ്ലിം ലീഗുകാരാണ്. അവിടുത്തെ ഹത്തീബ് ലീഗുകാരനാണ്, കാവി ലീഗുകാരനാണ്, പ്രസിഡന്റ് അവിടുത്തെ കാവി ലീഗ് പ്രസിഡന്റ് തങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് അവിടെ എന്തൊക്കെയോ ഭയപ്പെടാനുണ്ട്. ഒരു ദുരൂഹത മുസ്ലിം ലീഗിനെ വ്യതിരിക്കാം. സമുദായത്തോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ പാടുള്ളൂ. ഒരു ടെൻഷനുള്ള വിഷയത്തിൽ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? ചിന്തിക്കും നിങ്ങൾ. അഹമ്മദ് സാഹിബിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയതിനെ പച്ചയിൽ പരിഹസിച്ചു. എന്താ എഴുതിയിട്ടുള്ളത്? അതിന്റെ പേജ് 104 പറയുന്നു, അഹമ്മദ് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അറുക്കാൻ കൊണ്ടുപോകുന്ന പോത്തിന് കൊടുക്കുന്ന വെള്ളം പോലെയാണ്. അങ്ങനെ തന്നെ അതേ ഭാഷ. എന്നിട്ട് പറയുന്നു, ആ വെള്ളം ദാഹം മാറാനോ ശരീരത്തിൽ പിടിക്കാനോ അല്ല, അന്ത്യാഭിലാഷം നിറവേറ്റാനാണ്. അപ്പൊ ലീഗ് അസ്തമിക്കാൻ പോകണേൽ അന്ത്യാഭിലാഷാണ് കിട്ടിയെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ കൃത്യമായി പറയുന്നു, മുസ്ലിം ലീഗിന്റെ സംഘടന ഭാഗത്തുണ്ടായാൽ മറുഭാഗത്ത് മറ്റു സംഘടനകളും ഇതുപോലെ മതത്തിന്റെ പേരിൽ വർഗീയമായി വരും, അത് നമുക്ക് അപകടമാകും. എന്നിട്ട് അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ ലീഗ് നേതൃത്വത്തോട് എന്ന് പറഞ്ഞുകൊണ്ട് 25 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 25 ചോദ്യങ്ങൾ. ആ 25 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മണ്ണാർക്കാട് പുലരുന്നതിന്റെ മുമ്പ് തന്നെ അയാളെ ഇരുത്തേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ഇരുത്താത്തതിന്റെ ദോഷമാണ് മറ്റു മണ്ഡലങ്ങളൊക്കെ പലപ്പോഴും കണ്ടതും ഈ ഉമ്മത്ത് പലപ്പോഴും അനുഭവിച്ചതും പല സ്ഥലത്തും മദ്രസകൾക്ക് ചുമര് വെച്ചതും പല സ്ഥലത്തും അപകടകരമായ പ്രവർത്തനം നടന്നതും. ഇതിലൊക്കെ അയാൾ ആദ്യകാലത്ത് സഹായിച്ചത് സമുദായത്തിന്റെ മതസ്ഥാപനങ്ങളിൽ താല്പര്യമില്ലാത്ത ആളുകളായിരുന്നുവെന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടും. അത് പരിശോധിക്കണം നമ്മൾ. മാത്രമല്ല ഇദ്ദേഹം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പരസ്യമായിട്ട് നേരത്തെ 89-ലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തത്. 89-ന്റെ ശേഷമുള്ള ആദ്യത്തെ ആഹ്വാനമാണ് ഒരാളുടെ പേര് പറഞ്ഞിട്ട്. അതിന്റെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയാനന്തരം അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുകയും ആന്റണി തിരുരങ്ങാടിയിൽ ജയിക്കുന്നവരെ അദ്ദേഹത്തിന്റെ കൂടെയില്ലായിരുന്നു. ജയിക്കുന്നവരെ കൂടെയില്ല. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ ചെന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് പിന്തുണ കൊടുത്തു. അങ്ങനെ കൈ പിടിക്കുന്ന ഫോട്ടോ പിറ്റേന്ന് പത്രത്തിൽ വെച്ച് എന്തൊരു മനോഹരം. അതുപോലെയുള്ള രാഷ്ട്രീയ ഞാണിന്മേൽ കളി. ഇതിന് അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിൽ പലപ്പോഴും കൂട്ടുനിന്നിട്ടുള്ളത് നമുക്കറിയാം. ഇയാൾക്ക് പലപ്പോഴും മലപ്പുറം ജില്ലയിൽ കൂട്ടുനിന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് സാഹിബാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ നേതാക്കളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏത് മദ്രസ പള്ളി പ്രശ്നമുണ്ടായാലും ജബ്ബാറാജി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാൻ പോയെന്ന് എനിക്കറിയില്ല. ജബ്ബാറാജിക്ക് അറിയാം, ഏത് മദ്രസ പള്ളി പ്രശ്നമുണ്ടായാലും ആര്യാടൻ മുഹമ്മദ് സാഹിബോട് ഇടപെടും. ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കും, ഇയാൾക്ക് വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്യും. ആ പോലീസിനെ ദുരുപയോഗം ചെയ്ത ആര്യാടൻ മുഹമ്മദ് സാഹിബിന് പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോ ഇയാൾ കളം മാറി ചവിട്ടിയെന്ന് മാത്രമല്ല, നിങ്ങൾ ഓർക്കണം, ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദ് സാഹിബിന്റെ മകൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ 11,504 വോട്ടിന് മധുരമായി തോറ്റു. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ തോൽപ്പിച്ചതാരാ? അവരെ തോൽപ്പിച്ചത് എന്നവർ പറയും. പക്ഷേ അതിലൊരുപാട് ഘടകങ്ങൾ വരെ കൂടിച്ചേർന്നിരിക്കാം. ഇവരെന്തുകൊണ്ട് സഹായിച്ചില്ല? 2011 5,598 വോട്ടിന് ആര്യാടൻ മുഹമ്മദ് സാഹിബ് വിജയിച്ച പ്രദേശത്തിൽ ഇത് സംഭവിച്ചത്. എന്തേ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അവിടെ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടെ പോലും UDFന്റെ ഒരു മണ്ഡലത്തിൽ പോലും ഇവർ സഹായിച്ചിട്ടില്ല. അതേസമയത്തോ ആളുകളോട് ഇപ്പൊ PB അബ്ദുൾ റസാഖ് സാഹിബ് ഒരു അഭിമുഖം പത്രത്തിൽ പറയുന്ന ഒരു TV-യിൽ പറയുന്നത് ഞാൻ കേട്ടു. എന്നെ സഹായിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കത്ത് കൊടുത്ത കഥ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജയിക്കുമെന്ന് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളോടൊക്കെ രണ്ടു കൂട്ടരും ഒറ്റയ്ക്ക് വിളിച്ചത് അദ്ദേഹം പറയും, നിങ്ങൾക്കാണ് എന്റെ വോട്ട്. ആ രീതിയിൽ കൃത്യമായി കളവ് പറയാൻ മടിയില്ലാത്ത KT മാനുസ്ലിയുടെ വാചകം ഞാൻ ഓർക്കുന്നു. ഞാനല്ല പറയുന്നത്, എനിക്കത് പറയാൻ മാത്രമുള്ള ത്രാണിയില്ല. അദ്ദേഹം നേരത്തെ ശംസുദ്ദീൻ സാഹിബ് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ മേലെ ഒരു പണ്ഡിതനല്ലേ എന്ന് കരുതിയിട്ടെങ്കിലും വിനയം കാണിക്കാൻ നമുക്ക് ഓർക്കണം. നിങ്ങൾ KT മാനുസ്ലിൻ പറയാറുണ്ടായിരുന്നു, ഉണ്ണാനും കളവ് പറയാനും മാത്രം വായ തുറക്കുന്ന ഒരാൾ.
നല്ലൊരു ഫിറ്റായ വാചകമാണ്, നിങ്ങൾ നോക്കണം. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആഹ്വാനം ചെയ്ത ആള് മഞ്ചേശ്വരത്ത് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അവർ തോറ്റു. നിയമത്തെ പിന്തുണ പ്രഖ്യാപിച്ചില്ല, അവിടെ ജയിക്കും ചെയ്തു. ആ സംഭവം BJPക്ക് പോലും ഇയാൾ പിന്തുണ കൊടുത്താൽ പിന്നെ കഴിയും അതിന്റെ കഥ. ഇവിടെ നമുക്ക് മുസ്ലിം ലീഗിന്റെ പൊതുപ്രവർത്തകരോട് ഉപദേശിക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷെ അപേക്ഷിക്കാം. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ലീഗ് തന്നെ കാണിച്ച മാർഗം മുമ്പിലുണ്ടല്ലോ. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മുസ്ലിം ലീഗ് തന്നെ കാണിച്ച മാർഗം മുന്നിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആവശ്യം എന്താണ് എന്ന് ഞാൻ നേരത്തെ ആ പുസ്തകം സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യമില്ലേ? മാത്രമല്ല, ഇവരുടെ 2006 ജൂലൈ മാസത്തെ സുന്നത്ത് മാസികയുണ്ട്, അതൊന്ന് എടുത്തു നോക്കണം. ആ സുന്നത്ത് മാസികയിൽ ഒരു ചോദ്യം ചോദിക്കുന്ന ആള്, ഒരു മണ്ഡലത്തിൽ 2 മുജാഹിദ് മത്സരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? ഒരു മസലയാണ്, 2 മുജാഹിദ് മത്സരിച്ചാൽ ആർക്കാ വോട്ട് ചെയ്യാൻ സുന്നികൾ തീരുമാനിക്കണല്ലോ. അതിന് ഇവരുടെ സുന്നത്ത് മാസികയിൽ ആധികാരിക മറുപടി എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ മുജാഹിദ് കൊണ്ടാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റേ മുജാഹിദിന് വോട്ട് ചെയ്താൽ മതി. അപ്പൊ ലീഗാവുന്ന മുജാഹിദിന് നല്ല ഫത്വയെ കൊടുത്ത് ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ എവിടെയുണ്ടെങ്കിലും പരാജയപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ച ഈ വിഭാഗം ആളുകളെ വിശ്വാസത്തിലെടുക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അവർ സഹായിച്ചേക്കാമെന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. അവർക്കെതിരെ ശരിക്കും ക്യാമ്പയിൻ നടത്തി ആ മനസ്സിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ വിരുദ്ധത തുടച്ചു നീക്കി അവരെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും അത് നഷ്ടമായിരിക്കും. കാരണം മുസ്ലിം ലീഗിന്റെ നയമെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2004 വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് 2004 ജൂലൈ 13 ചന്ദ്രികയിൽ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതുപോലെ 1993 നവംബർ 25 വ്യാഴാഴ്ച ചന്ദ്രികയിൽ എഡിറ്റോറിയൽ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾക്ക്, അതുപോലെ പൊതുവായ സമൂഹത്തിന്റെ അറിവിന് വേണ്ടി ഞാനത് വായിക്കാം. 1993 നവംബർ 25 വ്യാഴം ചന്ദ്രികയുടെ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ആധികാരിക രേഖയാണ്. അത് എഴുതാനുള്ള കാരണം അന്ന് മുസ്ലിം ലീഗ് ഒരു പൊതുസംഘടന ഉണ്ടാക്കി, അഥവാ മാസമുറപ്പിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം ഐക്യവേദി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതുപോലെ തന്നെ മറ്റു മതസംഘടനകളുടെ പ്രാതിനിധ്യത്തോടുകൂടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് അടക്കമുള്ള മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയിട്ട് നല്ല മനോഹരമായ ഒരു ഐക്യവേദി ഉണ്ടാക്കി. ആ ഐക്യവേദിയിലേക്ക് AP വിഭാഗത്തെ ക്ഷണിച്ചില്ല. ഈ വിഭാഗത്തെ ക്ഷണിക്കാതെ വന്നപ്പോൾ അത് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമ ദിനപത്രത്തിൽ വാർത്ത വന്നു. അവർ ഇതൊരു പ്രശ്നമാക്കി പർവ്വതീകരിച്ചു. അപ്പൊ ചില പത്രങ്ങൾ അത് ഏറ്റെടുത്തു, വാർത്താമാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോ ചന്ദ്രിക അതിന് കൃത്യമായൊരു മറുപടി കൊടുത്തു. ഞാൻ എന്റെ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം. ചന്ദ്രിക കൊടുത്ത മറുപടി ഇങ്ങനെ, ഞാൻ വായിക്കാം, കൃത്യമായി അക്ഷരം വിടാതെ വായിക്കാം. കൂടുതൽ ഇങ്ങനെ എഴുതി വന്നിട്ട് അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു, AP വിഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് മാത്രമാണ്. കേരളത്തിലെ 95% മഹല്ലുകളിലും സ്വാധീനമുള്ള സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരള മുസ്ലിംകളുടെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നതും ആ സംഘടനയാണ്. അവരുമായി ആദർശപരമായോ വീക്ഷണപരമായോ ആയ ഭിന്നത മറുഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് സുന്നി വിഭാഗത്തിന്റെ ആധികാരിക സംഘടന എന്ന നിലയിൽ സമസ്തയെ ക്ഷണിച്ചതിൽ തെറ്റുണ്ടെന്ന് പറയാനാകില്ല. മാത്രവുമല്ല, പൊതുപ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചിരിക്കുന്നതിനെ എതിർത്തവരാണ് മറുഭാഗം എന്ന വസ്തുത മുമ്പ് അതിന്റെ പേരിൽ അവരെ വിമർശിച്ചവർ ലീഗ് വിരോധത്തിന്റെ പേരിൽ വിസ്മരിച്ചിരിക്കുകയാണ്. ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു പ്രശ്നവും ഇവിടെ സംഭവിക്കില്ല. ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിശക്തമായി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, 2004 ജൂലൈ മാസം 13 മഞ്ചേരി തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചന്ദ്രികയുടെ 1ാം പേജിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ച് കേൾക്കണം, ഇത് മനസ്സിലാക്കി കൊടുക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തോടും സമവായം പാലിക്കും എന്നാണ് ഒരു പ്രചാരണം. തീർത്തും അടിസ്ഥാനരഹിതമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരമ്പരാഗതമായി മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന ആധികാരിക സംഘടനയാണ്. ലീഗ് അണികൾ ബഹുഭൂരിപക്ഷവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരും സമസ്തയെ ആദരിക്കുന്നവരുമാണ്. ഭൂരിപക്ഷം പള്ളികളും മതസ്ഥാപനങ്ങളും സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സമസ്തയാണ്. സമസ്തയോടുള്ള ലീഗിന്റെ സുദൃഢമായ ബന്ധം ഒരു തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്യേണ്ട വിഷയം പോലുമല്ല. പരമ്പരാഗതമായി പാണക്കാട് കുടുംബം ഈ 2 സംഘടനകൾക്കും നേതൃത്വം നൽകി പോരുന്നു. ഇതിലൊന്നും മാറ്റം വരുത്തേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗവുമായി ലീഗിന് അടിസ്ഥാനപരമായി തന്നെ വിയോജിപ്പുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ചന്ദ്രിക 2004 ജൂലൈ 13 കൃത്യമായി നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് ഈ രീതിയിലൊക്കെ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ചില ആളുകൾ അഴകുടമ്പ നയം സ്വീകരിച്ചുകൊണ്ട് ചില മദ്രസ പള്ളി പ്രശ്നത്തിൽ ഇവർക്ക് അരുതെന്ന് കൊടുക്കുകയും അവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നതിന്റെ ചെറിയ ഒരു പിൻബലത്തിലാണ് അവർ ചില മഹല്ലത്തുകളിൽ ചില സ്ഥാപനങ്ങളുമായി പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നു, അവരുടെ ഒരു സ്ഥാപനവും ഞങ്ങൾക്ക് വേണ്ട, അന്യന്റെതൊന്നും കയ്യേറാൻ ഞങ്ങൾ പോകാറില്ല.
പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഖ്യമന്ത്രിക്ക് മുമ്പിലും ആഭ്യന്തരമന്ത്രിക്ക് മുമ്പിലും ഒക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഒരു പ്രദേശത്ത് ജനബോഡി കൂടി ഭൂരിപക്ഷം ആർക്കാണോ, അതുപോലെ തന്നെ അടിസ്ഥാന രേഖകൾ ആർക്കാണോ, ഏത് സംഘടനയിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അത് നടപ്പാക്കി കൊടുക്കണം. അവിടെ പിന്നെ ബഹളമുണ്ടാക്കി കുഴപ്പം സൃഷ്ടിക്കാൻ അവരെ സമ്മതിക്കരുത്. നമ്മൾ സമസ്തയിൽ രജിസ്റ്റർ ചെയ്ത ആ സ്ഥാപനത്തിൽ കള്ള രജിസ്ട്രേഷൻ ഇപ്പൊ നിങ്ങൾ നോക്കുക, മലപ്പുറം ജില്ലയിൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ തച്ചണ്ടയിലും അതുപോലെ തന്നെ വളരെ പള്ളിക്കൽ ബസാറിലും ഇവര് ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കിയപ്പോൾ ആ പ്രശ്നമുണ്ടായത്. ഒരിക്കൽ പോലും നമ്മളങ്ങനെ ചെയ്യാറില്ല. അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതിനെ തടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സഹായിക്കുവാനും അതിന്റെ ഒപ്പം നിൽക്കുവാനും തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കുമെന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, ഈ മണ്ഡലത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് വിഘടിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ശബ്ദം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തു, കരഞ്ഞു, നിങ്ങൾ പ്രത്യേകമായി ആളുകൾ അതിനുവേണ്ടി സജ്ജമാക്കി മുസ്ഹഫ് കൊടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് ആ മുസ്ഹഫ് വെച്ച് സത്യം ചെയ്യിച്ചില്ലേ? നിങ്ങൾ സകല സ്ത്രീകളുടെയും കയ്യിൽ മുസ്ഹഫ് കൊടുത്തിട്ട് ആളുകളില്ലാത്ത സമയത്ത് വീട്ടിൽ ചെന്നുകൊണ്ട് മുസ്ഹഫ് കൊടുത്ത് ശംസുദ്ദീനെതിരെ വോട്ട് ചെയ്യണം, അരിവാളിന് വോട്ട് ചെയ്യണമെന്ന് ഫുർഖാനുള്ളതെയും വെച്ച് നിങ്ങൾ സത്യം ചെയ്യിച്ചില്ലേ? നിങ്ങൾക്കതില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കോഴിമുട്ടയിൽ എഴുതി ഒരുപാട് കൊടുത്തൊന്നും കേൾക്കുന്നു. പിന്നെ പറഞ്ഞു കോഴിമുട്ട ചൈന കോഴിമുട്ടയായിരുന്നു, വ്യാജ കോഴിമുട്ടയായതുകൊണ്ട് ഭരിക്കാതിരുന്നത്. അങ്ങനെയും പറഞ്ഞു. എന്താവട്ടെ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്ക്. നിങ്ങൾ അരിവിതരണം നടത്താൻ തയ്യാറായി. ഒരു ഫ്ലൈറ്റ് ചെന്ന് ചാർട്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാവ് വിദേശത്ത് വെച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തു, നാട്ടിൽ പോകാൻ ആര് തയ്യാറാണ്, ടിക്കറ്റ് തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ച ആളുകൾ കരഞ്ഞിട്ടും ഈ സമൂഹത്തിന് മുമ്പിൽ വോട്ട് ചോദിച്ചിട്ടും മുസ്ഹഫ് വെച്ച് സത്യം ചെയ്യിച്ചിട്ടും നിങ്ങൾ ബദരീങ്ങളുടെ പേര് പോലും ദുർവിനിയോഗം ചെയ്തിട്ടും മാലാഖമാർ എയർപോർട്ടിൽ വന്നിറങ്ങി മണ്ണാർക്കാട്ടെത്തി വോട്ട് ചെയ്ത് തിരിച്ചുപോയി എന്ന് പോലും പറഞ്ഞിട്ടും അതൊന്നും ഈ ഭൂമുഖത്ത് കാണാതെ പോയതെന്താണ്? സത്യത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തത്. മഞ്ചേരിയിൽ മസ്ജിദ് സാഹിബ് തോറ്റപ്പോൾ മലക്കുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആളുകൾ മണ്ണാർക്കാട്ട് നിങ്ങളുടെ മലക്കുകൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് പറയണം. ആർക്കാ വോട്ട് ചെയ്തത്? ഈ രീതിയിൽ സമൂഹത്തിന്റെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കരുത്. ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കുറച്ച് പ്രവർത്തകർ കൂടി ചെയ്തത്. ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കി സമുദായത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടുള്ള രാഷ്ട്രീയ കളി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഒപ്പുവെച്ച കലം പോലെയാക്കാൻ ഈ ഉമ്മത്തിന് കഴിയുമെന്ന കാര്യം ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഒരു മണ്ണാർക്കാടിൽ 1000 മണ്ണാർക്കാട് ആവർത്തിക്കാൻ കഴിയും. ഈ നേതാവിന്റെ ആഹ്വാനം ഇവർ ജുമുഅത്ത് പള്ളികളിൽ ജുമുഅത്ത് ശേഷം പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ മതസ്ഥാപന ദുരുപയോഗ ബില്ലും അതുപോലെ തന്നെ അവസാനം ഈ മതമില്ലാത്ത ജീവനുമൊക്കെ വന്നപ്പോ അതിനെതിരെ പള്ളിയിൽ ഉസ്താദുമാര് പ്രസംഗിച്ചപ്പോ ഇവരുടെ സിറാജ് പത്രത്തിൽ എഴുതിയത് പള്ളികൾ ദുരുപയോഗം ചെയ്യുന്നു. പള്ളികൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ മണ്ണാർക്കാട്ട് അരിവാളിന് വോട്ട് കൊടുക്കാൻ പള്ളിയിൽ പ്രസംഗിച്ചില്ല. നിങ്ങൾ പള്ളിയിൽ പ്രസംഗിച്ചു. പള്ളി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ജുമുഅ ഖുത്ബയുടെ മുമ്പ് പോലും നിങ്ങൾ പ്രസംഗിച്ചു. ജുമുഅക്ക് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ പോലും ജുമുഅക്ക് വോട്ടിന് വേണ്ടി പ്രത്യേകം പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ അതൊരു പ്രത്യേക മസല എന്നാണ് പറഞ്ഞത്. അതൊരു പ്രത്യേക മസല, ദറൂറത്തിന്റെ ഘട്ടത്തിൽ എന്തും ചെയ്യാം. അങ്ങനെ ദറൂറത്തിന്റെ ഘട്ടം വരുമെന്നും ചെയ്യാം. അങ്ങനെ പരസ്യമായി പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ആളുകൾ മുഴുവൻ ഈ ആഹ്വാനം തള്ളിയെത്തും. അവർ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട്, ശരിയാണ്, നിങ്ങൾ നോക്ക്, അവർ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അവരുടെ വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസമുള്ള പത്രത്തിൽ വന്നു. ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസത്തെ പത്രം മെയ് 18, 19 എണ്ണിയത്. മെയ് 18 പത്രത്തിൽ വന്നത്. കൃത്യമായി ഞാൻ വായിച്ചു തരാം. സിറാജ് ദിനപത്രത്തിൽ അവർ പറയുന്നു, മണ്ണാർക്കാട് മണ്ഡലത്തിൽ പോളിംഗിലുണ്ടായ വർധനവ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ഒരെന്നെ ഉറ്റുനോക്കിയിട്ടുള്ളൂ. പോളിംഗിൽ പ്രകടമായ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധമാണെന്നാണ് വിലയിരുത്തൽ. പോളിംഗിൽ പ്രകടമായത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രകടനം. 1.5 മാസം മുമ്പ് പ്രചാരണ ഘട്ടം മുതൽ മണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട കല്ലാങ്കുഴി കൊലപാതകം വോട്ടിങ്ങിലും പ്രതിഫലിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത് വളരെ ശരിയാണ്. അത് പ്രതിഫലിച്ചു, എനിക്ക് പ്രതിഫലിച്ചല്ലോ. പിന്നെ പറഞ്ഞെന്താ? പ്രതികളെ ലീഗ് നേതൃത്വവും MLAയും നിയമപരമായും രാഷ്ട്രീയപരമായും സഹായിച്ചു എന്ന ആക്ഷേപമാണ് മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇത്തവണ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമാക്കിയത്. സംസ്ഥാന തലത്തിൽ മണ്ണാർക്കാടിനെ ശ്രദ്ധേയമാക്കിയതൊന്നുമല്ല, മറ്റേ ആളെ പ്രസ്താവന തന്നെയാണ്. അയാൾ ഇങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ഇവിടെയുള്ള അമുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരും ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുകയും അത് ഉണർത്താൻ എന്തിനും ഉണർത്തൽ ശക്തിയാണല്ലോ. ഇയാൾ ഒരിക്കലും TV-യിൽ അത് പറഞ്ഞു വിചാരിച്ചിട്ട് മാത്രം മണ്ഡലത്തിന്റെ മുക്കുപോലും എത്തൂല. അയാൾ പറഞ്ഞ വാചകം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതും ആ പ്രചരണം ഏറ്റുപിടിച്ചതും എങ്കിൽ അയാളെ ഒന്ന് മൂലക്കിരുത്തണമെന്ന് തീരുമാനിച്ചതും മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ മികവ് തന്നെയാണെന്ന് പറയാൻ
ആരും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. MLA അത് പറഞ്ഞു, കൃത്യമാണ്. ഇല്ലെങ്കിൽ ഈ അടിയൊടുക്കിൽ ഈ MLAയും അടിപതറുമായിരുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകളാണ് ഞാൻ ആമുഖമായി ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റവും വിദ്യാഭ്യാസ യോഗ്യതയും വികസനവും തീർത്തും ഒരു ശക്തിയായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആഹ്വാനം ചെയ്ത ആള് തന്നെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ടാകുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരമാഘോഷം അതിരുവിടരുതെന്നാണ് പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതേവരെ സമാധാനപരമായി പൂർത്തിയാക്കിയ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഫലപ്രഖ്യാപന നാളിലും അങ്ങേയറ്റത്തെ അച്ചടക്കവും സംയമനം പാലിക്കാൻ ബദ്ധശ്രദ്ധരാകണം. ഇന്ന് ചീത്ത പറയുന്നത് അതിനൊപ്പം ജാമ്യം എടുക്കല. നമ്മളാരെയും കുറ്റപ്പെടുത്തിയില്ല, നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല, നമ്മൾ അദ്ദേഹത്തെ കോലമുണ്ടാക്കാൻ പറഞ്ഞില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോലമുണ്ടാക്കാൻ പാടില്ല, കൃത്യമാണ്. അഥവാ ഉണ്ടാക്കിയാലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സാമിരി പശുക്കുട്ടി ഉണ്ടാക്കിയപ്പോ പറഞ്ഞത് കത്തിച്ചിട്ട് പൊടിപൊടിയാക്കി കടലിൽ മുക്കുന്ന, നിങ്ങളെ കത്തിച്ച് പൊടിപൊടിയാക്കി കടലിൽ മുക്കുമെന്ന് ഈ ഗവൺമെന്റ് തീരുമാനിച്ചാൽ പിന്നെ അതെടുക്കാൻ പറ്റുമോ? കോലുണ്ടാക്കിയ പിന്നെ കത്തിക്കട്ടെ, നിവൃത്തിയില്ലല്ലോ. മയ്യത്ത് കെട്ടിലുണ്ടാക്കൽ തെറ്റാണോ എന്ന മസല ചോദിക്കുന്നത്. അത് ഉണ്ടാക്കിയവന്റെ നീയത്തെ പോലെ ഇരിക്കും. കാരണം എന്താ? ഉണ്ടാക്കിയവന്റെ നീയത്തെ പോലെ ഇരിക്കും. അങ്ങനെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ട. മയ്യത്തുകാരൻ മരണം ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ചിലപ്പോൾ ആവാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയതിൽ സമത്തിന്റെ പ്രവർത്തനം അതിലില്ല. നമ്മളെ കാര്യം ചെയ്തിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മസല തേടി നടക്കണ്ട. പിന്നെ മയ്യത്ത് കെട്ടിലേക്ക് കബർ നോക്കുന്ന പരലോക ബോധമാണ്. അത് മൂപ്പർക്ക് തീരല്ല. മൂപ്പര് പിന്നെ എന്തിനായാലും പേടിക്കേണ്ട ആവശ്യം. പരലോക ബോധമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം വേണ്ടാതീനം നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും പ്രകടിപ്പിക്കില്ലല്ലോ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് ഇവിടെ ഈ സന്ദർഭത്തിൽ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി നമുക്ക് നൽകാനുള്ള സന്ദേശം, BJP 7 മണ്ഡലത്തിൽ മുന്നേറുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകൾ ഒന്നിക്കണം. മുസ്ലിം സംഘടന ഒന്നിച്ചു നിൽക്കണം. അത് ഈ യോഗത്തിന്റെ സന്ദേശമായി നമ്മൾ നൽകുന്നു. മുസ്ലിം സംഘടനകൾ ഒന്നിക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കാന്തപുരത്തിന്റെ മുസ്ലിം ജമാഅത്ത് പിരിച്ചുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിരിച്ചുവിടണം. ഈ സമൂഹത്തിൽ ഇതിന്റെ ആവശ്യമില്ല. ഈ 2 കാരണത്താൽ ആവശ്യമില്ല. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ സംഘടിതർ, അതിന്റെ അടുത്തൊരു മുസ്ലിം ജമാഅത്ത് വേറെ വേണ്ട. 2, നിങ്ങളെ വാക്കിന് പുല്ലുവിലയില്ല എന്ന് അട്ടപ്പാടിയിലെ ആദിവാസികൾ വരെ തെളിയിച്ച സ്ഥിതിക്ക് വിദ്യാഭ്യാസമുള്ളവരിൽ തീരെ നിങ്ങൾക്ക് നിലവാരമുണ്ടാകില്ല എന്ന കാര്യം ജനങ്ങൾക്കറിയാം. രണ്ടാമത്തത്, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരണം. ആ ശക്തി പകരുമ്പോഴേ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കൂ. 2, മറ്റൊന്ന്, സമത്വ കേരള ജംഇയ്യത്തുൽ ബഹുജനാടിത്തറ മനസ്സിലാക്കി ആ ബഹുജനാടിത്തറയോട് ശത്രുത പുലർത്തുന്ന ആളുകൾ തിരുത്താനും സമത്തെ മനസ്സിലാക്കാനും തയ്യാറാകണം. കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴ സമ്മേളനം അതിലേക്കുള്ള വലിയ സൂചനയാണ്. പുതിയ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് PDPS, CPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളുണ്ടല്ലോ, ആ പാർട്ടികളൊക്കെ നമ്മുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന്റെ ഗൗരവം കണ്ടുകൊണ്ട് വോട്ടുകൾ ഒന്നിക്കാനുള്ള മാർഗം തരണം. വോട്ട് ഭിന്നിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അപകടം വരും. അതുപോലെ അധികാരത്തിൽ വന്ന ഇടതു മുന്നണിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ ആവർത്തനം മാത്രമാണ്. ഈ വിഭാഗം ആളുകളുടെ സ്ഥാപനത്തിൽ ഒരിക്കലും ഞങ്ങൾ കയ്യേറ്റം നടത്താറില്ല. അനർഹമായി ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ ഈ ഭരണത്തിന്റെ പിൻബലത്തിൽ സമസ്തയുടെ സ്ഥാപനങ്ങൾ കയ്യേറാൻ അവരെ കയറൂരി വിട്ടാൽ മണ്ണാർക്കാട്ട് ഈ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ 10 മടങ്ങ് ശക്തിയോടെ ഒരു കൊടുങ്കാറ്റായി സമസ്തയുടെ ചുണക്കുട്ടികൾ ആഞ്ഞു വീശാൻ പ്രതിജ്ഞാബദ്ധരായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേവലം ഒരു പത്രപരസ്യം കൊണ്ട് ഈ ഹാളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു ജനാവലി ഒരുമിച്ച് കൂട്ടാൻ ഈ സമയത്ത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിലെ ആ ആഹ്വാനം കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിൽ നിന്നൊരു ആഹ്വാനം വന്നാൽ കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം സുന്നി മഹലിൽ നിന്നും സമസ്തയുടെ ആസ്ഥാനത്തിൽ നിന്നും ഒരു ആഹ്വാനം വന്നാൽ അത് ഈ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ആളുടെ ആഹ്വാനം പോലെ ആകില്ല എന്ന് ഇവിടെയുള്ള നിയമപാലകരും രഹസ്യാന്വേഷണ വിഭാഗവും മനസ്സിലാക്കി, സമസ്തയുടെ വേരും അതിന്റെ അടിത്തറയും മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അവകാശ സംരക്ഷണത്തിൽ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരാൻ ഗവൺമെന്റ് തയ്യാറാകാത്ത പക്ഷം ആ ഗവൺമെന്റിനെ അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു കാര്യം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ബോധ്യം വന്നത് സന്തോഷമുണ്ട്. ജയിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ദ്വാ ചെയ്യിപ്പിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ ആഹ്വാനം കിട്ടിയാൽ മതി എന്നൊരു തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നേട്ടത്തോടൊപ്പം തന്നെ നമ്മളൊക്കെ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. കാരണം വലിയൊരു മാനക്കേട്ടിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തി ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ സാഹിബ്
അതിന് പങ്കുവഹിച്ച എന്റെ പ്രിയപ്പെട്ട SKSMന്റെ പ്രവർത്തകർ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ലെന്ന് മാത്രമല്ല, കൂട്ടത്തിലൊരു കാര്യം നമ്മൾ തീർത്ത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന നമ്മുടെ ഈ ജീവിതകാലത്ത് തന്നെ വ്യക്തമായി പുറന്നു കാണാൻ നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 വർഷം പിന്നിട്ടു. 100ാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോ ആ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ബോധന പ്രവർത്തനങ്ങൾക്ക് SKSMന്റെ SYSന്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന അപേക്ഷയോടുകൂടി ഒരിക്കൽ കൂടി മണ്ണാർക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാരെയും അതിൽ കളമൊരുക്കിയ പാർട്ടിയുടെ ചിട്ടയൊത്ത പ്രവർത്തനത്തെയും അതോടൊപ്പം അവരെ സഹായിച്ച SKSMന്റെ പ്രവർത്തകർ സമസ്തയുടെ കൊടിയോ ബോർഡോ ബാനറോ ഇല്ലാതെ വ്യക്തിപരമായി മാത്രം പ്രവർത്തിച്ച പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.